ആകയാൽ ഇടകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടുകൂടെ സേവ ചെയ്യുക. Wherefore we receiving a kingdom which cannot be moved, let's have grace or be thankful, whereby we may save God acceptably with reverence and godly fear. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും? ചില വിഷയങ്ങൾ ഞാൻ നമ്പറിട്ട് ഓർപ്പിക്കാം. I would like to number out some points as to how we can please God. ആർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? Who can please God? ഏത് നിലയിൽ പ്രസാദിപ്പിക്കാൻ കഴിയും? How can we please God? അതിനെക്കുറിച്ച് ഞാൻ ചില വിഷയങ്ങൾ ഓർപ്പിക്കട്ടെ. I would like to remind some points concerning it. ഒന്ന്, എബ്രായലേഖനം 10:38 വാക്യം. Hebrews 10:38. എബ്രായലേഖനം 10:38. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. The just righteous shall live by faith. 38. വിശ്വാസത്താൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. Only those who live by faith can please God. യോഹന്നാൻ സുവിശേഷം 6:28 വാക്യം. John the Gospel chapter 6 and verse 28. 28-29 വാക്യം. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നുത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ മക്കളെ, ഒന്നാമതായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയണമെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം. Beloved children of God, firstly, in order to please God, we should live by faith. വിശ്വാസം കൂടാതെ ആരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. None can please God without faith. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. But without faith it is impossible to please God. എന്നാൽ 11:6 വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. But without faith it is impossible to please him. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? How can we please God? ഇത്തിരി പണം വാരി കൊടുത്താൽ ദൈവത്തെ പ്രസാദമാണോ? By giving him more money can you please him? കാണുമ്പോൾ ചിരിച്ചതുകൊണ്ട് പ്രസാദമാണോ? Just by a smile can you please God? കുറച്ച് വഴിപാട് യാഗം അർപ്പിച്ചത് പ്രസാദമാണോ? By offering something or performing sacred rites can you please God? നീ മറ്റുള്ളവരെക്കാൾ നേത്രമായ നിലയിൽ യാഗം അർപ്പിക്കുന്നതുകൊണ്ട് നീ പ്രസാദമാണോ? By offering a better sacrifice than others can you please God? എല്ലാം ആവശ്യമാണ്. Everything is essential. പക്ഷേ ദൈവം പ്രസാദിക്കണമെങ്കിൽ for God to please വിശ്വാസത്തിൽ ദൈവമക്കൾ ജീവിക്കണം. Children of God should live in faith. അതുകൊണ്ടാണ് ഹബക്കൂക്ക് 2:4 വാക്യത്തിൽ വായിക്കുമ്പോൾ, that is why we read in Habakkuk chapter 2 and verse 4. ഹബക്കൂക്ക് 2:4 വാക്യം. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. But the just shall live by his faith. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള അനുഭവമാണ് വിശ്വാസ ജീവിതം. This is the most significant thing which should be found in our life, faith life. നമ്മൾ അതുകൊണ്ടാണ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. That is why my just shall live by faith. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ ഫെയ്ത്ത് ഹോമിന് നമ്മുടെ പേരിടുമ്പോൾ ഫെയ്ത്ത് ഹോം എന്നിടും വിശ്വാസഭവനം. That is why the dwelling place where we have named it as faith home. വിശ്വാസത്താൽ ജീവിക്കുന്നു. Living by faith. ഇവിടെ കൺവെൻഷൻ നടത്തി. Here we held a convention. പിരിവെടുത്തോ? Did we take money? ആരുടെ കയ്യിൽ ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞോ? Did we ask anyone money? ഒന്നുമില്ല. No, nothing. നമുക്ക് വിദേശത്ത് വരുമാനമുണ്ടോ? ഇല്ല. വിദേശ വരുമാനം. We have any kinds of other funds from abroad? Nothing. ഫോറിൻ മണികൾ വല്ല ഉണ്ടോ? ഒന്നുമില്ല. And even phone also nothing. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. എത്ര എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിലും മുഴങ്കാൽ മടക്കി ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവം അപ്പോഴപ്പോൾ വേണ്ടതെല്ലാം തരുന്നു. Whatever be our need, we had been our needs and we had asking God, and at all occasions our God gave us. അതാണ് വിശ്വാസത്തിന്റെ ശക്തി. This is the power of faith. വിശ്വാസത്താൽ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി ദൈവം നമ്മെ സഹായിക്കുകയാണ്. By faith, when we ask unto God our need, very wonderfully our God is working for it. വിശ്വാസത്തിൽ ജീവിക്കുന്ന ശുശ്രൂഷക്കാർക്ക്
ഹെൽപ്പ് ചെയ്ത് സഹായിച്ച് അവരോട് ചേർന്ന് അവരെ സഹായിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവമക്കളെ 100 മടങ്ങ് ദൈവം പ്രതിഫലം തരും. If you stand together with the servants of God, or if you help the servants of God who live a faith life, 100-fold our God shall grant you back. ദൈവത്തിന് മഹത്വം. Glory be to God. അതാണ് ദൈവമക്കളെ ഈ വേലയുടെ മഹത്വം അതാണ്. And this is the glory of this ministry. ഈ വേലയുടെ മഹത്വം അതാണ്. This is the glory of this ministry. വിശ്വാസത്തിന്റെ വേലയാണിത്. This is the work of faith. തിമോഥെയോസിൽ വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും. വിശ്വാസത്തിന്റെ വേലയാണ് ഈ സ്നേഹപ്രയത്നം. തിമോഥെയോസ് ലേഖനം 1 തെസ്സലോനിക്കർ 1:2 ലേഖനം 1:2 വാക്യം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വാസത്തിന്റെ വേലയാണ്. Work of faith. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുരച്ചവൻ ഇന്നും എന്നും എനിക്കായി ജീവിക്കും അക്ഷയരായി. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുരച്ചവൻ. വിശ്വാസത്തിന്റെ വേലയാധികം മക്കളെ നമ്മുടെ വേല. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം സഹായിക്കുന്നു. അതാണ് നമ്മുടെ ഭാഗ്യം. സ്തോത്രം. ദൈവമക്കളെ എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം അപ്പോഴെല്ലാം നമുക്ക് തരും. ഗൾഫിലുള്ള ദൈവമക്കൾ, അമേരിക്കയുള്ള ദൈവമക്കൾ, മറ്റ് രാജ്യങ്ങളിലുള്ള വ്യക്തികളൊക്കെയും അവർ നാട്ടിലേക്ക് വരാൻ നേരത്തെ എനിക്ക് ഫോൺ ചെയ്യാറുണ്ട്. Children of God are abroad in various countries. When they come to the native land, they would call me. നിങ്ങൾക്ക് എന്ത് വേണം അപ്പച്ച, എന്ത് വേണം? ഒരു മാർക്ക് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പറ. Please tell me at least one thing which you need. ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പറ. At least one thing tell me. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട. No, nothing I need. ഒരേ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു. Only one thing. നിങ്ങൾ സൗഖ്യത്തോടെ നാട്ടിൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം, അത് ഞാൻ ആഗ്രഹിക്കുന്നു. You should come over here in good health and together we should worship our God. ദൈവമക്കളെ ഒരു പേന പോലും ഞാൻ ആർക്കും ചോദിച്ചിട്ടില്ല. Not even a single pen I have asked anyone to bring for me. എനിക്കെല്ലാം ദൈവം തരുന്നുണ്ട്. Everything my God is granting for me. വിശ്വാസത്തിന്റെ വേലയാണ്. This is the work of faith. ഒരു സുവിശേഷ വേലക്കാരൻ ഒരാള് പാസ്റ്റർ ഡോൺ ഡരിക്കല് എന്തറിയാമോ, ഒരു ഇലക്ട്രിക് ഷേവിംഗ് സെറ്റ് വേണമെന്ന് എഴുതി പുള്ളിക്ക്. A servant of God asked Pastor Don for an electric shaving set. ദൈവത്തിന് സ്തോത്രം. Praise be to God. താൻ മറുപടി കൊടുത്ത ഇങ്ങനെയാണ്, This was his answer. നിങ്ങൾ യഥാർത്ഥ സുവിശേഷ വേലക്കാരനല്ല. You are not a true servant of God. നിങ്ങൾക്ക് അത് വേണമെന്ന് കർത്താവ് അങ്ങനെ അത് ആവശ്യമാണെങ്കിൽ എന്റെ ദൈവം എന്നോട് പറയും, ഇന്നാക്ക് നീ ഇത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. If it was truly your need, then Lord God will speak to me to give you it. ഇതാണ് വേലയുടെ മഹത്വം. This is the glory of this ministry. ഒന്നും ചോദിക്കത്തില്ല. Nothing we ask. ചോദിച്ചാൽ കിട്ടാനും പോകുന്നില്ല. If we ask, we will not get it. ദൈവമക്കളെ വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് തരും. When we cry unto God with faith, our God will grant us everything. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് 49 വർഷം ചെയ്യാൻ പോവാ. Now 49 years going to have to come for the ministry. 49 പൈസ ഞാൻ എന്റെ പേരിലേക്ക് സമ്പാദിച്ചിട്ടില്ല. And I have not earned even 49 paisa. ഒരു ബാങ്കിൽ പോലും എന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഇല്ല. No deposits in any bank in my name. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ അതാണ് നമ്മുടെ വേലയുടെ മഹത്വം. അതാണ്. Beloved children of God, this is a peculiarity, this is our glory. സുവിശേഷ വേലയ്ക്ക് വന്നിട്ട് പണം സമ്പാദിക്കുന്ന മാർഗമല്ല, അത് സുവിശേഷ വേലയല്ല. This true ministry is not earning money have to come for the ministry. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയമക്കളെ എന്ത് കിട്ടിയാലും ആര് തന്നാലും എന്ത് കിട്ടിയാലും എന്ത് ചെയ്താലും അതെല്ലാം ദൈവവേലയ്ക്കുള്ളിൽ മാത്രമാണ്. Whatever we get, whatever we receive, everything is spent for the work of the Lord alone. ഒരിക്കലും എന്റെ അപ്പച്ചന് My appachan പ്രായമായി. when you sold, ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയ ഗുഡ് മോർണിംഗ് അത് ടവല് എന്റെ തോളയിട്ടിരുന്നു. There was a small good morning towel, like this one which I use. അപ്പച്ചൻ പറഞ്ഞു, ആ മോനെ ആ ടവൽ ഞാൻ എടുത്തോളാം. Give me that towel and I shall use it. Told my father. അത് അപ്പച്ചനുള്ളതല്ല, എനിക്കുള്ളതാണ്. No, it's not for you, it's for me. ഞാൻ കൊടുത്തില്ല, ദൈവമക്കളെ കൊടുത്തില്ല. I didn't give it. നിങ്ങൾ വിചാരിക്കും അയ്യോ എന്തൊരു കഠിന ഹൃദയമാണെന്ന്. What a hardened heart you have. You might think ദൈവത്തിന്റെ വീട്ടിലുള്ള ഒരു സാധനം പോലും
വീട്ടിൽ പോകാൻ പാടില്ല. Nothing that which belongs to the house of the Lord should go to your home. ഇതുപോലുള്ള ഒരു ചെറിയ ടവലായി ഈ കന്റെ കയ്യിലിരിക്കുന്ന പോലുള്ളതാണ്. എന്നാൽ ദൈവമക്കളെ ആ ഒരു ടവൽ പോലും ഈ ഗുഡ് മോർണിംഗ് ടവൽ പോലും വീട്ടിൽ ചെന്നിരിക്കാൻ പോകാൻ പാടില്ല. Not in this small towel should go home. ദൈവത്തിന് സ്തോത്രം. Glory be to God. ദൈവം നോക്കിക്കൊള്ളും. God will see to it. ദൈവം നമ്മളെ നോക്കിക്കൊള്ളും. God will see to it. അതാണ് നമ്മുടെ തീരുമാനം. അതായിരിക്കണം. That should be our decision. ദൈവത്തെ കിട്ടുന്നതെല്ലാം കൊണ്ടൊന്ന് വീട്ടിൽ കൊടുത്ത് അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് അത് വാരി കൊടുത്ത് ഇവിടെ കൊടുത്ത് അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ മേലോട്ട് വന്നാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. All those give that they receive at the God's house, and if they give it to their, if we give it home, then when they go to the eternal kingdom, nothing they will receive from God. നമ്മുടെ നീതിമാൻ ദൈവത്തിന്റെ നീതിമാൻ ദൈവത്തിന്റെ ശുശ്രൂഷകര് ദൈവജനം വിശ്വാസത്താൽ ജീവിക്കണം. The just of God, the servants of God, the believers of God should live by faith. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. It's impossible to please God without faith. മർക്കോസ് സുവിശേഷം 4-ാം വാക്യം വായിക്കുമ്പോൾ Mark the Gospel chapter 4 and verse 40. മർക്കോസ് 4:40 വാക്യം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് നിങ്ങൾ ഇപ്പോൾ ഭീരുക്കളാകാൻ എന്താ? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലേ? Why are you so fearful? How is it that you have no faith? ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ മക്കളെ, ഭീരുത്വത്തിന്റെ ആത്മാവിലല്ല അഭാവിലാവിലിരിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. Not the spirit of fear, but the spirit of God in God. Abba Father, our God has given us. നമ്മൾ ഭീരുക്കളാകരുത്. We should not be fearful. അവിശ്വാസികളാകരുത്. We should not be having unfaith. വിശ്വാസത്തിൽ നമ്മൾ We should be rich in faith. പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ. Beloved brethren, hear. നിങ്ങൾ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി മാറ്റും. Our God has chosen the poor of this world to make rich in faith. നമ്മെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Our God desires to make us rich in faith. ദൈവത്തിന് മഹത്വം. Glory be to God. വിശ്വാസത്തിൽ ദൈവമക്കൾ നിന്ന് പൗർക്കാൻ നിങ്ങളോട് കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസമില്ലേ? This morning Lord God is asking you, even then do not you have faith? എല്ലാ പണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് അങ്ങോട്ട് മുൻപോട്ട് നീങ്ങി പോവുകയാണ്. You are pressing forward according to the multitude of your wealth. എന്നാൽ വിശ്വാസത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് നിത്യരാജ്യമുണ്ട്. ദൈവമക്കൾ, but the children of God who live in faith have an eternal kingdom. നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കണം. We should live in faith. ലൂക്കോസ് 18:8 വാക്യം. Luke the Gospel chapter 18 and verse 8. ലൂക്കോസ് 18:8 വാക്യം. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിന്റെ വരവിൽ വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കുന്ന ദൈവമക്കളെ അവർക്ക് വേണ്ടി യേശു വേഗം വരുന്നു. Dear children of God who are rich in faith, for you Lord God is going to appear very soon. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? Nevertheless, when the Son of Man cometh, shall he find faith on the earth? ആരെക്കുറിച്ച് പറയുന്നു? Of whom is it said? TPM സഭയിലുള്ള ഈ മക്കളോട് ചോദിക്കുകയാണ്. This question is asked to the TPM believers. യേശു വരുമ്പോൾ when Jesus comes, വിശ്വാസത്തിന്റെ ശക്തിയിലാണോ ജീവിക്കുന്നത്? will you be found in the power of faith? നിങ്ങളുടെ യേശു വരുന്ന സമയത്ത് എന്താണ് ഞാൻ ഒരിക്കലും ഒരു റൂമിൽ ചെന്നപ്പോൾ ഓരോ സെഷനിൽ ഇങ്ങനെ അടുക്കായിട്ടായിട്ട് വെക്കാനായിട്ട് ഓരോ സെഷനിൽ കുഴിയ വെക്കാനായിട്ടുള്ള അറകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് നിരത്തി വെച്ചേക്കുവാണ്. ഞാൻ പറയുകയാണ്, യേശു വരുമ്പോൾ അത് കണ്ടിട്ട് അയ്യോ ഇത്രേ ഗുളിയ ഉണ്ടല്ലോ, കയറി പോരെ എന്ന് പറയുമോ എന്നാ ചിന്തിക്കുന്നത് ഞാൻ. Once when I visited a particular place, I saw a particular place required to was kept aside in order to arrange the tablets and keep over it. And I used to think, will they be caught up when Jesus would come? മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമി വിശ്വാസം കണ്ടെത്തുമോ? When the Son of Man shall come, shall he find faith on earth? ദൈവമക്കളെ, വിശ്വാസത്തിൽ ധീരമുള്ളവരായിരിക്കണം നമ്മൾ. Dear children of God, we should be valiant in faith. വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കണം. We should be rich in faith. വിശ്വാസത്തിൽ ജീവിച്ച് വിശ്വാസത്തിൽ അവസാനിക്കണം. Live in faith and end in faith. ദൈവത്തിന് സ്തോത്രം. Praise be to God. 2 കൊരിന്ത്യർ 5:7 വാക്യം. 2 Corinthians 5:7. പെട്ടെന്ന് വായിച്ചാട്ടെ. കാഴ്ചയാൽ അല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. For we walk by faith, not by sight. ദൈവത്തിന് സ്തോത്രം. Praise be to God. കാഴ്ചയല്ല വിശ്വാസത്താൽ. Not by sight, but by faith. വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. Faith means they that believe without seeing. കണ്ടു വിശ്വസിക്കുകയല്ല. Not that they see and believe. ഈ ക്ലോക്ക്, ഈ ടൈം പീസ് പേപ്പറിനകത്ത് പൊടിഞ്ഞ് ഏതെങ്കിലും ഒരു കവറിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ പറയാണ്, ഇതിനകത്ത്
ഇന്ന ഡിസൈനുള്ള ഇന്ന കളറുള്ള മനോഹരമായിട്ടുള്ള ഒരു ടൈം പീസാണ് ഇരിക്കുന്നത് പറയുമ്പോൾ ആ ഒരു ആൾ പറയാണ്, ഞാൻ കണ്ടല്ലാതെ വിശ്വസിക്കാൻ ഒക്കത്തില്ല. If this timepiece is covered and it's unseen outside, and if a person would say that a beautiful timepiece is kept within, unless I see, I will never believe it. തോമാസിനെ പോലെ ചിലര്, some are found like Thomas. നിന്റെ കയ്യിൽ ആണിപ്പാടുള്ള കൈ ഞാൻ വിരലിട്ട് നോക്കിയെങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. Except I see in his hands the print of the nails, I will believe. മറ്റുള്ളവർ പറയാണ്, ഞങ്ങൾ യേശുവിനെ കണ്ടു. Others said, we saw Jesus. പ്രത്യക്ഷപ്പെട്ടു. Yes, he appeared before. He is resurrected. അല്ലല്ല, ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് അവന്റെ ആണിപ്പാടിലൊന്ന് കൈയിട്ട് നോക്കണം, എന്നാലും ഞാൻ വിശ്വസിക്കുകയുള്ളൂ. But he said, except I see in his hands the print of the nails, I will not believe. ദൈവത്തിന്റെ കരണം നോക്കണം. See the hand of God. അവനെ വിശ്വസിക്കാൻ വേണ്ടി വിശ്വസിച്ച് അവന് പാട്ടിന് പോട്ടെന്ന് കർത്താവ് പറഞ്ഞില്ല. അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി യേശു തോമാസിന്റെ അടുക്കൽ ചെന്നു. In order to make him believe, Jesus went into Thomas. എന്ത് പറഞ്ഞു? തോമസേ, അവയിൽ അങ്ങനെ പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി കൈകളെ കാണുക, എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കെ. Be not faithless but believing. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് പറയുന്നു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. This morning the Spirit of God is speaking to the children of God. Be not faithless but believing. ഒരു വാക്യോട് വായിച്ച ആ വിഷയം നിർത്തട്ടെ. എഫേസ്യർ 2:8 വാക്യം. Ephesians chapter 2 and verse 8. എഫേസ്യർ 2:8 വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്താണ് വായിച്ചത്? What do we read here? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ നാം വിശ്വാസം രക്ഷിക്കപ്പെട്ടു. By grace we are saved through faith. ദൈവത്തിന് മഹത്വം. Glory be to God. കൃപയാൽ രക്ഷിക്കപ്പെട്ടു. Saved by grace. കൃപയിൽ നിൽക്കുന്നു. We stand in grace. കൃപയിൽ വളരുന്നു. Grow in grace. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് യേശു വേഗം വരാൻ പോകുകയാണ്. For such ones our God is going to appear very soon. നാം നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. By whom also we have access by faith into this grace wherein we stand. ദൈവമക്കളെ, നാം നിൽക്കുന്ന കൃപയിലേക്ക് വിശ്വാസം മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്നു. By whom also we have access by faith into this grace wherein we stand. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? How can we please God? One, വിശ്വാസത്താൽ ജീവിക്കണം. by faith we should live. രണ്ടാമതായിട്ട്, secondly, ഇവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട്. we read 18 സങ്കീർത്തനം 19 വാക്യം. Psalm 18 verse 19. 18 സങ്കീർത്തനം 19 മുതൽ 24 വരെ വചനം വായിച്ചാൽ. Verse till 24. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. എന്താണ് അർത്ഥം? ദൈവത്തിന്റെ വഴികളിൽ കൂടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. Only the children of God who walk in the ways of the Lord can please God. ദൈവത്തിന്റെ വഴികളിൽ കൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. Only those who walk in the ways of God can please God. വേറെ വഴി പോകരുത്. Do not go in other way. യേശുവിന്റെ വഴി ഏതാണ്? Which is the way of Jesus? അത് വെടിപ്പിന്റെ വഴിയാണ്. It is the way of cleanness. അത് നിർമ്മല പാതയാണ്. It is a pure path. കപടമില്ലാത്ത പാതയാണ്. It is a path without guile. വഞ്ചനയില്ലാത്ത പാതയാണ്. It is a path without deceit. വെളിച്ചത്തിന്റെ പാതയാണ്. It is a path of light. ദൈവമക്കളെ, തേജസ്സിന്റെ പാതയാണ്. Beloved children of God, is a path of glory. കഷ്ടതയുടെ പാതയാണ്. It is a path of suffering. ദൈവമക്കളെ, ഏത് അവസ്ഥയിൽ യേശു പോയിരിക്കുന്നുവോ അതേ പാതയെ കൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. Only those who go through the same path through which our Lord Jesus went can please God. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, in order to please God, ദൈവ വഴിയിൽ കൂടെ ജീവിക്കണം. should walk in the ways of God. യേശു പറഞ്ഞു, Jesus said, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. I am the way, truth and life. എന്നിൽ കൂടെ അല്ലാതെ ആർക്കും നിത്യരക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. None can attain eternal life but through me. നമ്മൾ ഏത് വഴിയിൽ കൂടെ പോകണം? Through which way should we go?
ഇരുട്ടിന്റെ വഴിയല്ല, not the path of darkness, വെളിച്ചത്തിന്റെ വഴി the പോകണം. path of light. ഞാൻ ലോകത്തിന് വെളിച്ചമാണെന്ന് യേശു പറഞ്ഞു. Lord Jesus said, I am the light of the world. ഇരുട്ടിന്റെ ഒരു പ്രവൃത്തിയും നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകരുത്. No works of darkness should be found in our life. ഏതെങ്കിലും ഇരുട്ടിന്റെ സ്വഭാവങ്ങൾ, ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ, വന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ ക്രമീകരിക്കാനുള്ള സമയമാണ് ദൈവമക്കളെ ഈ കൃപയുടെ കാലഘട്ടം. Beloved children of God, if there be any darkness penetration in our hearts, this the period is the time of grace in order to set right our life. ദൈവത്തിന്റെ വഴി തികവുള്ളത്. The way of God is perfect. ദൈവമക്കളെ അത് ആരാഞ്ഞറിയുന്ന ആരാണ്? And who can understand it? ദൈവത്തിന്റെ വഴി തികവുള്ള വഴിയാണ്. The way of the Lord, it is perfect. ആ തികവിന്റെ വഴിയിൽ കൂടെ നടക്കണം. And we should walk through that perfect way. ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന പാത എന്ന് പറയുന്നത് വെടിപ്പിന്റെ പാതയാണ്. Our God has brought us into the clean path, നിർമ്മല പാത, a pure path, കപടമില്ലാത്ത പാത, a guileless path. നമ്മൾ ആ പാതയെ കൂടെ പോയാൽ ഭയങ്കര സന്തോഷം ജീവിതത്തിൽ. If we go through that path, then we will be very happy. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ വേറെ ഒരു വഴി പോകരുത്. Through any other way we should never go. വേറെ വഴി പോകുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. He that goeth through other ways, a thief is a robber. നമ്മൾ ഏത് പാതയെ പോകണം? Through which path should we go? ഇരുട്ടിന്റെ പാതയല്ല, വെളിച്ചത്തിന്റെ പാത. Not the path of darkness, but the path of light. വിശാല പാതയല്ല, ഇടുക്കുവാതിൽ. Not a broad way, but a narrow way. ഇടുക്കുവാതിൽ കൂടെ കടക്കാൻ നോക്കുവീൻ. Strive to enter into the narrow. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ അനേകരാണ്. For wide is the gate and broad is the way that leadeth to destruction, many there be which go in. നമ്മൾ ഏത് വഴി പോകണം? Through which way should we go? ഇടുക്കുവാതിലൂടെ. Go through the narrow way. എല്ലാവർക്കും അത് പോകാൻ സാധിക്കുന്നില്ല. But everyone cannot go through it. വിശാല വഴി. Go through the broad way. കൂട്ടുകെട്ടുണ്ട്, You have friendship, അയൽവാസികളുണ്ട്, you have neighbors. അവിടെ ഇവിടെയൊക്കെ വിട്ടിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കുമോ? Can you leave them and live in this world? ഞായറാഴ്ച ശരീരം കല്യാണം വെക്കും. Sunday some will have a ഒരാളെന്നോട് പറഞ്ഞതാണ്, a person said, അപ്പച്ചോ ലോകത്തിലല്ലയോ ജീവിക്കുന്നത്, are we not living in this world? നാളെ എനിക്കൊരു ആവശ്യം വന്ന് അവരൊക്കെ വരണ്ടായോ? Tomorrow if I have a need, should they not come അതുകൊണ്ട് and take സഭയെ ഒന്നും മുടക്കിയാലും കുഴപ്പമില്ല, കല്യാണത്തിന് ഞാൻ പോവുകയാണ്. Therefore missing the Sunday service is not a problem, I will go. അതാണ് വിശാല വഴി. And that is a broad way. കൂട്ടുകാർ വേണം, you need friendship. സഭയെ മുടക്കിയാലും കുഴപ്പമില്ല, കൂട്ടുകാർ വേണം, സ്നേഹിതർ വേണം, അയൽവാസി വേണം, എല്ലാവരും വേണം. പ്രമാണം വിട്ടു പോരുത് കേട്ടോ. Everyone we need, but you should never leave the law. ഇനി ആരാധന വിട്ട് നീ കല്യാണത്തിന് പോകരുത്. Never miss your worship sessions and go. ആരാധന വിട്ട് നീ യാത്ര ചെയ്യാൻ പോകരുത്. Never miss your worship and go for a journey. ആരാധന വിട്ടിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി നീ അവിടെ ഇവിടെയൊക്കെ നീ പണം സമ്പാദിക്കാൻ ഓടരുത്. And never go here and there in order to earn money, leaving the worshiping sessions. അങ്ങനെയുള്ളവർ പോകുന്ന വഴി വിശാല വഴിയാണ്. And such people are going in the broad way. നിങ്ങൾ ഇതെല്ലാം വിട്ട ശേഷം ഒരിക്കലും ഒരാൾ എന്നെ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇന്ന് ഇന്നത്തെ ഞാൻ പോവുകയാണ്, എനിക്ക് ഇന്ന് എന്തെങ്കിലും മാത്രമേ ആ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ട് കിട്ടുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. Once a person told me I have to go for a particular need, such a great amount is essential for me now, and only if I go now I will get it. സമായം കഴിഞ്ഞിട്ട് പോയാൽ പോരായോ? But can you not? സമായം കഴിഞ്ഞിട്ട് പോയാൽ നിനക്ക് കിട്ടുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. I told him, will you not get it after the Sunday service? അല്ലല്ല, രാവിലെ എന്തെങ്കിലും കിട്ടാനോ? No, early in the morning I should go. ഞാൻ മിണ്ടാൻ പോയില്ല. No, I never told പോയി. him. He went. വെറുതെ തിരിച്ചു വന്നു. He came back empty-handed. അപ്പോൾ ഉടനെ ഒരു ഫോൺ വന്നു. Then I had a phone. വൈകിട്ട് ഇത്ര മണിക്ക് വരാമെങ്കിൽ എനിക്ക് കാശ് തന്നേക്കാം. I shall give that money at evening. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നീ വൈകിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. Then I told him, did I not tell you? സവായം മുടക്കിട്ട് പോയിരിക്കാണ്. ചുറ്റിക്കറങ്ങി വന്നതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. ദൈവത്തിന്റെ സ്തോത്രം, കയ്യിലുള്ള കാശ് ചെലവായിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം നീ പോ, സവായം മുടക്കാതെ നീ പോ, സവായം ആരാധിച്ചിട്ട് പോ, ഇതിന് കാശ് കിട്ടും. അത് കേൾക്കാനുള്ള നടത്തിപ്പിന് അത് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ പോകും, ഇന്ന് രാവിലെ പോകണം. ഓക്കെ, ഇതാണ് വിശാല വഴി. Going according to your own will, without heeding to the leading us a broad way. 100 ന്യായങ്ങൾ പറയാനുണ്ട്. ദൈവമക്കളെ, ആരാധന മുടക്കി നീ ഉല്ലസിക്കാൻ പോകരുത്. You can say 100 kinds of lame excuses, but never miss the services, the worshiping sessions, and go anywhere. അതൊക്കെ വിശാല വഴിയാ. All these are broad way. വായിച്ച് 2 സമൂയേൽ പുസ്തകം 22-31 വാക്യം. 2 Samuel 22:31. 2 സമൂയേൽ 22-31 വാക്യം. ദൈവത്തിന്റെ വഴി തികവുള്ളത്, ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകും. തന്നിൽ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാണ്. As for God, His way is perfect, word of God is right, is a buckler to them that trust in Him. ദൈവത്തിന് മഹത്വം. Glory be to God. ഒന്നുകൂടെ വായിച്ചാട്ടെ.
ദൈവത്തിന്റെ വഴി തികവുള്ളത്. ദൈവത്തിന്റെ വഴി തികവുള്ള, ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ വഴി തികവുള്ള വഴിയാണ്. യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത് തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും, ദൈവത്തിന്റെ വഴി തികവുള്ള വഴി കൂടെ കടന്നു പോകുന്ന ഏവർക്കും അവൻ പരിചയാണ് എന്ന് പറയുമ്പോൾ ശത്രു കാണാതെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു കരം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. For all those who trust in him, or all those who walk in the perfect way of God, our God shall be a buckler, which means our God will keep you safe from the hand of the enemy. നമുക്ക് ദൈവത്തിന്റെ വഴിയിൽ കൂടെ പോകാം. Let us all go in the way of the Lord. ദൈവമക്കളെ, ആ വഴി ഇടുക്കവും ഞെരുക്കമായ വഴിയാണ്. Beloved children of God, this way, it is a narrow way, it is a straight. പരിഹാസത്തിന്റെ വഴിയാണ്. This is the way of mockery and shame. തന്നെ ദൈവമക്കളെ എന്താണ് സഹായം കേൾക്കുന്ന വഴിയാണ്. This is the way where you need help, ഉപദ്രവം അനുഭവിക്കുന്ന വഴിയാണ്. where you enter afflictions. ആരും സഹായിപ്പാൻ കഴിയില്ല. None can help you. എല്ലാവരും കൈവിടും. Everyone will forsake you. എന്നിലും എന്റെ യേശു എന്നോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. But you should have this assurance that my Jesus is with me. സാധു കൊച്ചു പാടിയതുപോലെ, As Sadhu Kochunyu ആരും സഹായമിൽ എല്ലാവരും പാലിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതീ ഉല്ലാസമേ. ആരും സഹായമിൽ എല്ലാവരും പാലിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതീ ഉല്ലാസമേ. ആ ദൈവമക്കളെ, ആരും സഹായമില്ല എങ്കിൽ കണ്ടും കാണാതെയും പോന്നു. അവന്റെ കഷ്ടസമയത്ത് എന്തെങ്കിലും ലഭിക്കുന്നു വിചാരിച്ചിട്ട് ഒരു മാന്യനായി മനുഷ്യൻ സ്വന്തക്കാരെ വെച്ച് കടന്നു വരുമ്പോൾ തനിക്ക് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സാധുവിന്റെ ഭവനത്തിനടുത്ത് വന്നപ്പോൾ മുഖം തിരിച്ചുപോയി. അപ്പോൾ താൻ എഴുതിയ പാട്ടാണ്, ആരും ദൈവമക്കളെ കണ്ടും കാണാതെയും പോകുമ്പോൾ, എന്നാൽ എനിക്കൊരു സഹായകൻ ഈ സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്നവരെ കരങ്ങൾ വെച്ച് അടിയെ പറയട്ടെ. ആരും നമ്മെ സഹായിക്കാൻ ഉണ്ടാകത്തില്ല ദൈവമക്കളെ, പക്ഷേ നിന്നെ സഹായിക്കുന്ന ഒരു യേശു നിന്റെ അവസ്ഥകളെ കാണുന്നുണ്ട്. Beloved children of God, there will be none to help you, but our Lord Jesus is helper, seeing your present state. ആരും നിനക്ക് നന്മ ചെയ്യുവാൻ ഉണ്ടാകത്തില്ലായിരിക്കാം. None there will be there in order to help you. നിന്റെ കഷ്ടസമയത്ത് സഹായിക്കാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. In your suffering there will be no one to help you. എന്നാൽ എന്റെ യേശു നിനക്ക് സഹായകനായിരിക്കും. But my Jesus will be my helper. അവൻ മഹത്വം കൊടുക്കുമ്പോൾ ദൈവം നിനക്ക് നിശ്ചയമായും സഹായകനായി കൂടിയിരിക്കും. When you give glory unto him, for sure he will be your succorer. എന്റെ ദൈവം എന്റെ സഹായമാണ്. My God is my helper. അവന്റെ വഴികളിൽ കൂടെ ജീവിക്കുന്ന ദൈവമക്കളെ നമ്മൾ രക്ഷിക്കേണ്ടി വരികയില്ല. ആ ദൈവത്തിന്റെ വഴികളിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ ആദരിക്കുവാൻ കർത്താവ് കൂടെ ഉണ്ട്. Beloved children of God who walk in the ways of God, you will never be put to shame. Our Lord's hand is with you in order to admire you. ദൈവത്തിന് മഹത്വം. Glory be to God. കർത്താവ് കൽപ്പിച്ച വഴിയിൽ കൂടെ തന്നെ ഇസ്രായേൽ മക്കൾ മുൻപോട്ട് പോയപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ, അവരെ പുലർത്തുവാൻ, അവരെ സഹായിപ്പാൻ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. When the children of God walked in the same way which the Lord commanded, we see that the presence of God was there with them in order to preserve them and in order to leave them safely. അവർ മിസ്രയീം വിട്ടെങ്കിൽ ചെങ്കടലിൽ കൂടെ പോണം. Even though they left Egypt, they had to go through the Red Sea. ചെങ്കടലിന്റെ സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കി കൊടുത്തവൻ നീയല്ലയോ? Was it not thee who made the depths of the sea away? മിസ്രയീം വിട്ടിരിക്കുന്ന ദൈവമക്കൾ സമുദ്രത്തിന്റെ ആഴത്തിൽ കൂടെ കടന്നു പോകണം. The children of God who left Egypt should go through the depths of the sea. അതെന്തിനെ കാണിക്കുന്നു? What does it show? അത് ജലസ്നാനത്തെ കാണിക്കുകയാണ്. It shows the truth of baptism. മാനസാന്തരപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ജലസ്നാനം സ്വീകരിക്കാൻ ഉണ്ടെങ്കിൽ വേഗത്തിൽ അതിനായി സമർപ്പിക്കണം. സമുദ്രത്തിന്റെ ആഴത്തിൽ കൂടെ പോകണം. If there be any who had repented and not had taken baptism, you have to make a total commitment for the same. You have to go through the depths of the sea. സമുദ്രത്തിന്റെ സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് ചെയ്തവൻ നീയല്ലയോ?
ദൈവത്തിന് സ്തോത്രം. Glory be to God. ഇസ്രായേൽ മക്കൾ ദൈവമക്കളെ മിസ്രയീം വിട്ടെങ്കിൽ സമുദ്രത്തിന്റെ ആഴത്തിൽ കൂടെ പോകണം, അത് മാത്രമല്ല മരുഭൂമിയിൽ കൂടെ പോകണം, അത് മാത്രമല്ല ദൈവമക്കളെ യോർദാൻ കടക്കണം. ഇങ്ങനെ ഘട്ടം ഘട്ടമായി പോയെങ്കിൽ മാത്രമേ കനാനിലെത്തുവാൻ കഴിയുള്ളൂ. Even though the children of Israel, they left Egypt, they had to cross the Red Sea, and after that they had to go through the wilderness, and also they had to cross Jordan. Only then they can reach the land of Canaan. ദൈവത്തിന് സ്തോത്രം. Glory be to God. സമുദ്രത്തിന്റെ ആഴത്തിനടുക്ക് അല്ലെങ്കിൽ സമുദ്രത്തിന് അടുക്ക് വന്നപ്പോൾ ആ സമുദ്രം കണ്ടിട്ട് ജനം ഭയപ്പെടാൻ തുടങ്ങി. When they came over the bank of the sea, we see that the children of Israel started to cry. ഒരു ശബ്ദം, ഉടനെ ഒരു ശബ്ദം. Immediately they heard a sound. മുൻപോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറക. Tell the children of Israel to press forward. മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. Speaking to the children of Israel that they go forward. മുൻപോട്ട് പോകാൻ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ സമുദ്രം രണ്ടായി പിരിഞ്ഞു. ദൈവമക്കളെ, when they took a decision to go forward, we see that the sea was divided before them. കർത്താവേ, ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും? Oh Lord, how shall I press forward? പ്രതികൂലമാണ്, I have a position, പ്രതികൂല തടസ്സങ്ങളാണ്, various hindrances, അങ്ങനെയുള്ള പോരാട്ടങ്ങളാണ്, various conflicts. നീ പോകാൻ തീരുമാനിക്കുന്നെങ്കിൽ ആ പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും പൈശാചിക ശക്തികളും ഒക്കെ വഴിമാറും. നിനക്ക് നിശ്ചയമായും എത്തേണ്ട സ്ഥലത്ത് എത്തുവോളം നിന്നെ സംരക്ഷിക്കാൻ കർത്താവ് കൂടെ ഉണ്ടായിരിക്കും. But when you take a decision in order to press forward, then all the hindrances, then all the oppositions, all the conflicts will be removed, and a way will be paid for you before to go, and until you reach your destination, Lord God will be with you. നീ ദൈവമക്കളെ പോരാട്ടങ്ങളുടെ പ്രതികൂലങ്ങളെ കണ്ടിട്ട് നീ ഒരിക്കലും മടിച്ചു നിൽക്കണ്ട. മുൻപോട്ട് പോ എന്ന് കർത്താവ് ആത്മാവ് സംസാരിക്കുകയാണ്. Seeing the unfavorable situations and also the hindrances, never fear, but the Spirit of God is saying this manner, go forward. നീ പരമാർത്ഥിയാണോ? നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. Are you upright? Lord God will fight for you. നീ പരമാർത്ഥതയോടെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവോ? നിന്റെ ജീവിതം പരമാർത്ഥമാണോ? നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. ഒരു ദുഷ്ടൻ നിന്റെ മുൻപിൽ നിൽക്കത്തില്ല. Are you found upright? Then Lord God will fight for you and He will make a way for you to press forward. No wicked shall stand before thee. ഞാൻ ദൈവത്തിന്റെ വഴികളിൽ കൂടെ തന്നെ ജീവിക്കുന്ന ഒരു മനസ്സാക്ഷി നമുക്ക് വേണം. We need a good conscience that I'm walking in the ways of God alone. യോബിന്റെ പുസ്തകം 23-ന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, Book of Job 23:10. യോബ് 23-ന്റെ 10-ാം വാക്യം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. ശ്രദ്ധിക്കണം, മനസാക്ഷിത്വത്തിൽ വിശുദ്ധനായ യോബ് പറയാണ്, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. Job lived in the period of conscience. Boldly says, He knoweth the way which I take. When I tried me, I shall come forth as gold. ആ വിശുദ്ധനെതിരായിട്ട് കുറ്റാരോപണമായിട്ട് കൂട്ടുകാരും മറ്റും എഴുന്നേറ്റപ്പോൾ, when his friends rose up against him with their accusations, യോബ് പറയാണ്, Job says, ഞാൻ നടക്കുന്ന വഴി ദൈവത്തിന് അറിയാം. the way which I walk, my God knoweth. നടന്ന വഴികളൊക്കെയും ദൈവത്തിന് അറിയാം. My God knoweth the ways through ഞാൻ which പോയ പാതകളൊക്കെയും ദൈവത്തിന് the അറിയാം. paths through which I went. എന്റെ പരമാർത്ഥ വഴികൾ കർത്താവിന് അറിയാം. My upright ways, my God knows. എനിക്ക് വേണ്ടി കർത്താവ് നിശ്ചയമായി ഉണർന്നു വരും. Lord God shall surely wake up for me. എന്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. My God for sure shall rise up for me. നീ പരമാർത്ഥിയാണോ? Are you upright? നീ നിഷ്കളങ്കനാണോ? Are you faithful? നീ നീതിമായി ജീവിക്കുന്നുണ്ടോ? Are you just? നിനക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കും. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി പറയട്ടെ. നിശ്ചയമായും ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. Surely God will rise for you. ആർക്ക് വേണ്ടി? For whom? പരമാർത്ഥയോടെ ജീവിക്കുന്നവർക്ക്. All those who live in upright life. ദൈവത്തിന്റെ വഴിയിൽ തന്നെ ജീവിക്കുന്നവനെ ദൈവം ദൃഷ്ടി വെച്ചവനെ കാക്കും. Lord shall set his eyes upon him who was upright, and Lord shall preserve him. 1-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, Psalm 1 and verse 6. 1-ന്റെ 6-ാം വാക്യം, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം. ആരുടെ വഴിയാണ് ദൈവം അറിയുന്നത്? Whose ways Lord knoweth? യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. Lord knoweth the way of the righteous. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ ദൈവമക്കളെ, യഹോവ നീതിമാന്മാരുടെ വഴി അറിയും. Beloved children of God, Lord knoweth the way of the righteous. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാണ്. But the way of the ungodly shall perish. പരമാർത്ഥത്തോടെ നീതിയോടെ ജീവിക്കുന്നവന്റെ വഴി ദൈവം അറിയുന്നു. He that live uprightly, he that liveth
justly. His ways Lord God knows. നിങ്ങൾ വിചാരിക്കും എന്നെ അറിയുന്നവരാരുമില്ല. You might think there's none who knoweth me. ചിലരെല്ലാം പറയാറുണ്ട്, Some would say, ഞങ്ങളെയൊക്കെ അറിയുന്നവരെല്ലാം പോയി. all those who know us are all have passed away. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം എനിക്ക് എൻ്റെ ബർത്ത്ഡേ ജന്മദിവസമായിരുന്നു. അപ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പച്ച ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഒരു 50 വർഷം കൂടെ അപ്പച്ചൻ ജീവനോട്ടിരിക്കണം. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ്, നല്ല കാര്യം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സന്തോഷം നല്ല അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, ദൈവം നിന്നെ മാനിക്കട്ടെ, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്, ഞങ്ങളെ അറിയാവുന്നവരെല്ലാം നീ ആരുമില്ല, വിരളെണ്ണാൻ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ അതായി വാക്ക് പറയുന്നത് ശരിയാണ്. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ കറക്റ്റാ. അന്ന് കഷ്ടപ്പെട്ടവരെ അറിയാൻ, കഷ്ടപ്പെട്ടവരും വേലയെ സഹായിച്ചവരും പാടുപെട്ടവരും പ്രവർത്തിച്ചവരും ദൈവവേലയെ സഹായിച്ചവരും വേലയ്ക്ക് സഹായിച്ചവരും ആരംഭഘട്ടത്തിൽ ഞെരുക്കത്തോടുകൂടി ആയിരുന്നിട്ടും കർത്താവിൻ്റെ മാർഗത്തിൽ വേണ്ടി ജീവിച്ച പഴയ വിശ്വാസികളെ അറിയുന്ന ചില വ്യക്തികളൊക്കെ ഇന്നില്ല. ദൈവമഹസരി ഒരു പരമാർത്ഥമാണ്. എങ്കിലും നമ്മെ അറിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. But there is a God who liveth for us, who knows us. എന്നെ അറിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. A God who knoweth me liveth. ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതീരുല്ലാസമേ. എന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. A God who knoweth me lives. എന്റെ കഷ്ടതകൾ അവർ കർത്താവ് അറിയുന്നു. A God who knoweth my sufferings. ഞാൻ പോകുന്ന വഴി കർത്താവ് അറിയുന്നു. He knoweth the path through which I go. ജോബിനെ കുറിച്ച് കുറ്റാരോപണങ്ങളൊക്കെ ഒരുപാട് നടത്തിയെങ്കിലും ജോബ് പറയുന്ന വാക്കെന്താ അറിയാമോ? എന്റെ വഴി എന്റെ ദൈവം അറിയുന്നു. Even though there were various accusations against Job, he says, എന്റെ നടപ്പെന്റെ ദൈവം അറിയുന്നു. my way my God knoweth. ദൈവമക്കളെ, സത്യമായി നമുക്ക് വിശ്വസിക്കാം, നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ നിന്നെ കൈവിടത്തില്ല, അനാഥനായി വിടുകയില്ല. Beloved children of God, let us all believe this. There is a God who knoweth me and he will never leave me comfortless. 1 തെസ്സലോനിക്കർ 3-ാം വാക്യം വായിക്കുമ്പോൾ, in 1 Thessalonians 3:11, പെട്ടെന്ന് വായിക്കും, നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. വഴി നിരത്തി തരുമാറാകട്ടെ. direct a way into you. യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. In order to come unto Jesus, let him direct his way. യേശുവിന്റെ വഴിയിലേക്ക് വരുവാൻ ദൈവമക്കളെ കപടവും കാവുറ്റങ്ങളും ഒക്കെ നീക്കി പരമാർത്ഥമായി നിരപ്പായിട്ട് പോകണം. എന്നാലേ പക്ഷെ എത്താൻ കഴിയൂ. Cast away all your mischief, all your deceit, and only then you can approach into God. നമുക്ക് കർത്താവ് ഇരിക്കുന്നിടത്ത് പോയി ഇരിക്കണം. We should go and sit in the same place where God is seated. വഴി നിരപ്പാകണം. And for that you have to direct the path. അതുകൊണ്ടാണ് പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, കുന്നുകൾ മാറിപ്പോകും, എങ്കിലും എന്റെ ദൈവം നിന്നെ വിട്ട് മാറുകയില്ല, ഒരിക്കലും മാറുകയില്ല. Therefore never the grace of God or the kindness of God shall depart from us. ദുർഘടങ്ങളെ നിരപ്പാക്കും. He is the God who shall make crooked places straight. Iron bars also shall be removed. ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കും. Presence of God will be with us. എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി removing all the hindrances. നിന്റെ വഴിയെ നിരപ്പാക്കി തരും. Lord shall make your way straight. നിന്റെ വഴികളെ നിരപ്പാക്കും. Lord God shall make your way straight. Praise be to God. നമ്മുടെ വഴി നിരപ്പിന്റെ വഴിയാണ്. Our God, our way, it is a way of reconciliation. സഹോദരങ്ങൾ തമ്മിൽ നിരന്നോണം. And a brethren also. ഭാര്യയും ഭർത്താവിടെ നിരന്നോണം. A husband and wife. അപ്പനും അമ്മയും മക്കളുമായി നിരന്നോണം. Father, mother, children. സഹോദരങ്ങൾ തമ്മിൽ സഹോദരിമാർ തമ്മിൽ നിരന്നോണം. Brothers and sisters everywhere. വിശ്വാസികൾ ശുശ്രൂഷകർ വിശ്വാസികളുമായി നിരന്നോണം. Servants of God and believers alike. ആരോട് കൈപ്പായി ഒന്നും ചെയ്യരുത്, ഉണ്ടാകരുത്. Never one should be bitter against the other. ദൈവമക്കളെ, ജീവിതം മധുരമായിരിക്കണം. Life should be sweet. ആരോടെങ്കിലും വല്ല കയ്പ് ഉണ്ടെങ്കിൽ, if there be any bitterness against anyone, അതിനാൽ മലിനപ്പെട്ടു പോകുകയാണ്. and you will be getting defiled by it. നിന്റെ അവകാശം നഷ്ടപ്പെട്ടു പോകും. You will lose your inheritance. നിന്റെ ജീവിതത്തിലെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. Light will be lost in your life. പ്രിയ മക്കളെ, അവകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നിശ്ചയമായും പരസ്പരം ഐക്യതയിൽ ജീവിക്കണം. For your inheritance not to be lost, you should live in unity one another. നമ്മുടെ പാതയെ നിരപ്പാക്കി നമ്മൾ ജീവിക്കാം. You should make a path straight and live. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. Praise be to God. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? What is our God desire? ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും? How you can please God? മൂന്നാമതായിട്ട്, thirdly, 1 പത്രോസ് 2-ാം വാക്യം. 1 Peter 2:19. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. ദൈവമക്കളെ, അവിടെ വായിക്കുന്നു, അന്യായമായി കഷ്ടവും ദുഃഖവും നീ സഹിച്ചാൽ ദൈവത്തിന് പ്രസാദമാണ്.
ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദം ആകുന്നു. ചിലപ്പോൾ ദൈവത്തെ സത്യത്തിന് ഒത്തവണ്ണം ജീവിച്ചതിന് ശേഷം നമ്മൾ മനഃപൂർവ്വമായി കഷ്ടം സഹിക്കേണ്ടി വരും. ദൈവപ്രമാണം വിട്ട് ജീവിച്ചിട്ട് നീ കഷ്ടം സഹിച്ചാൽ പ്രസാദമാകില്ല. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അന്യായം ചെയ്യുന്നവർ ദൈവത്തിന്റെ പ്രമാണം വിട്ട് ജീവിക്കുന്നവന് എന്ത് ചെയ്താൽ ശരി ദൈവത്തിന് പ്രസാദം ഉണ്ടാകില്ല. നീതിയും പരമാർത്ഥ ജീവിക്കുന്നെങ്കിൽ ദൈവമക്കളെ ഉണ്ടാകുന്ന കഷ്ടതയിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നീ രക്ഷിക്കേണ്ട, അത് ദൈവത്തിന്റെ പ്രസാദമാണ്. But after doing good, if you suffer, then you will never, then it is pleasing unto God. നമ്മുടെ കഷ്ടം സഹിക്കേണ്ടി വരും. You will have to suffer. കഷ്ടതയുടെ പാതയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. You have to go through the path of affliction. ഉൽപ്പത്തി പുസ്തകം Genesis 35-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം 35 verse 3. 31-ാം വാക്യം 35-31. 35-31. അവിടെ ഇപ്രകാരം വായിക്കുന്നു. We read, കഷ്ടതയുടെ പാതയിൽ കൂടെ കടന്നുപോയ വ്യക്തികളെ ദൈവം പരിപാലിക്കുന്നതായി കാണുന്നു. We see that our Lord God is preserving those who went through the path of suffering. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. Praise be to God. കഷ്ടത സഹിക്കാൻ ഇഷ്ടപ്പെട്ടാൽ അത് ദൈവത്തിന്റെ പ്രസാദമാണ്. If you decide to suffer, then it is God pleasing. ദൈവമക്കളെ, എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അറിയാമോ? For what purpose our God has called us? കഷ്ടതയ്ക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നു. You are called for suffering. കഷ്ടത സഹിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. In order to endure suffering. കഷ്ടത അനുഭവിക്കാൻ വിളിച്ചിരിക്കുന്നു. In order to endure suffering. 91-ാം സങ്കീർത്തനം 15-ാം വാക്യം വായിക്കുമ്പോൾ Psalm 91 and verse 15. അവിടെ വായിച്ചേ. 91-ാം സങ്കീർത്തനം 15-ാം വാക്യം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും. I will be with him in trouble. കഷ്ടസമയത്ത് കർത്താവിനോട് കൂടിയിരിക്കുന്നുള്ള ഉറപ്പുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ കൈവൊക്കെ. If all the children of God have the assurance that God will be with me in my suffering, lift up your hands. ഹല്ലേലൂയ. ഒന്നുകൂടെ ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്തിനാ അവിടെ ഓടിപ്പോന്നേ? If God is with you, then why should you run here and there? ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമുക്ക് രോഗവും കഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, ശരീരത്തിൽ പലവിധ കഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. എന്റെ ദൈവം എന്നെ സഹായിക്കുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. Beloved children of God, surely we'll have to suffer in various ways, but if we have the assurance that God is with me, then we need not go anywhere else. എത്രയോ കഷ്ടങ്ങൾ എന്റെ ശരീരത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. In my body I had to face various sufferings. ജനിച്ചതിന് ശേഷം ഇതുവരെ മരുന്ന് ചെയ്തിട്ടില്ല. After birth I had never taken medicine thus far. വയസ്സ് എനിക്ക് 70 കഴിഞ്ഞു. Now I'm 70. ഇതുവരെ ദൈവത്തിന്റെ കൃപയാൽ ഒരു രോഗം അല്ല ഒരു പൊട്ടുമരുന്ന് പോലും ചെയ്തിട്ടില്ല. Thus far by God's grace I never had taken. കാരണം because എന്റെ ദൈവം എന്റെ വൈദ്യനാണ്. My God is my healer. എന്റെ ദൈവം എന്റെ ഔഷധമാണ്. My God is എന്റെ ദൈവം എന്റെ സൗഖ്യദായകനാണ്. My God is my healer. എന്റെ ദൈവം എന്റെ അത്ഭുതമായ ദൈവമാണ്. My God is a marvelous God. എന്റെ ദൈവം എന്നെ ഒരിക്കലും കൈവിടത്തില്ല. My God will never leave me. എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? എന്റെ കർത്താവിനെ എല്ലാ കഷ്ടത്തിനും വിടുവിക്കുന്നവനാണെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ വിശ്വാസത്താൽ എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കാത്തിരിക്കും. കർത്താവിൽ കൂടെ ഞാൻ സൗഖ്യം പ്രാപിക്കാൻ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ പറയട്ടെ. നിശ്ചയമായും നിന്റെ കരം ഉയർത്തിയപ്പോൾ നിന്റെ വിശ്വാസത്തെ ദൈവം മാനിച്ച് ഈ കൈ ഉയർത്തിയപ്പോൾ തന്നെ നിന്റെ ശക്തി പുറപ്പെട്ട് നിന്റെ ബലഹീനത മാറ്റിയിരിക്കുകയാണ്. When your hand was lifted up itself, honoring your faith, Lord God by his hand has touched you and has healed you. 14 യിരെമ്യാ 14-ന്റെ 8-ാം വാക്യം വായിച്ചു. പെട്ടെന്ന് വായിച്ചു. യിരെമ്യാ 14:8. Jeremiah 14:8. ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവുമായുള്ളവേ, നീ ദേശത്ത് പരദേശിയെ പോലെ. ദൈവത്തിന്റെ സ്തോത്രം. കഷ്ടകാലത്ത് നമ്മുടെ പ്രത്യാശയാണ്, കഷ്ടകാലത്ത് നമുക്ക് തുണയാണ്, കഷ്ടകാലത്ത് നമ്മുടെ സഹായകനാണ്. Our Lord, he is our hope and he is our help in the time of trouble. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അതിന്റെ 16-ന്റെ 19-ാം വാക്യം കൂടെ വായിച്ചു. 16:19.
എന്റെ ബലവും എന്റെ കോട്ടയും, എന്റെ ബലവും എന്റെ കോട്ടയും, കഷ്ടകാലത്ത് എന്റെ ശരണവുമായ കഷ്ടകാലത്തിന്റെ ശരണവുമായ യഹോവേ, യഹോവേ, കഷ്ടകാലത്തിന്റെ ശരണമായ യഹോവ. My God, who is my help, who is my... നമുക്ക് ധൈര്യമായി പറയാം, കഷ്ടകാലത്തിന്റെ ശരണമായ എന്റെ യഹോവ. Let us all boldly say, my refuge in the day of affliction. അതുകൊണ്ട് നമുക്ക് കഷ്ടസമയത്ത് ദൈവത്തോട് നോക്കി നിലവിളിക്കണം, കർത്താവ് ഇറങ്ങി വരും. Therefore in affliction you have to look into God's face and cry, and God will listen for you. കർത്താവ് ഇറങ്ങി വരും. God will listen for you. നിന്നെ സഹായിക്കാൻ കർത്താവ് ഇറങ്ങി വരും. In order to help you, God will descend. ചിലപ്പോൾ രാത്രിയിലായിരിക്കാം. It might be a night. ഞാൻ ഇവിടെ വിശ്രമിക്കുന്ന സമയത്ത് രാത്രി 1:30 മണിക്ക് ഫോൺ വന്നു. While I was resting here, കൊച്ചു നിർത്താതെ കരയാണ്, ഒന്ന് പ്രാർത്ഥിക്കണേ അപ്പച്ചാ. Please pray. Cry. A child is not stopping. 1:30 മണിക്ക്, രാത്രി 1:30 മണിക്ക്. At night 1 a.m. ഉടനെ ഞാൻ 1:30 മണിക്ക് ഞാൻ ഉറങ്ങാതിരിക്കുക. I was not sleeping at that ഞാൻ time. ഉടനെ ഫോൺ എടുത്ത് പിശാചി ശാസിച്ചു, പ്രാർത്ഥിച്ചു. ഉടനെ എന്ത് ചെയ്തു, ആ കൊച്ചിന്റെ കരച്ചിൽ മാറി എന്ന് പറഞ്ഞു. ആ കൊച്ചിന്റെ കരച്ചിൽ മാറാൻ ഒരു ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. ദൈവമക്കളെ, അതാ വിശ്വാസം, അവിടെ വിശ്വാസത്തിന്. അതുകൊണ്ടാണ് 1:30 മണിക്ക് വിളിച്ചത്. ഞാൻ 1:30 മണിക്ക് വിളിച്ചപ്പോൾ, എടാ ഈ 1:30 മണിക്കാണ് വിളിക്കുന്നത്, രാത്രിയല്ലേ, ഉറങ്ങാൻ്റെ സമയത്തല്ലയോ എന്നൊന്നും ഞാൻ പറയാൻ പോയില്ല. ഉടനെ സ്തോത്രം ചെയ്തൊരു ആത്മാവ് നിറഞ്ഞ് 2 പിശാചി പോയാ ഉടനെ ആ കൊച്ചിന്റെ കരച്ചിൽ മാറി. ദൈവമക്കളെ, അതാണ് വിശ്വാസത്തിന് ശക്തി. This is the power of faith. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൽ 22-ാം വാക്യം വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 14:22 പെട്ടെന്ന് വായിച്ചേ. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. നമുക്ക് മക്കളെ വിശ്വാസത്തിൽ നിലനിൽക്കാം. Let us all abide in faith. വിശ്വാസത്തിൽ നിലനിൽക്കാം. Let us all abide in faith. അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കാം. Let us through much suffering enter into the kingdom. അനേക കഷ്ടങ്ങളിൽ കൂടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് സ്വർഗ്ഗരാജ്യത്തിൽ കടക്കാം. In much tribulation also, holding firmly of faith, let us all enter into heaven. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവം നിന്റെ ദുഃഖം അറിയുന്നു. God knows your grief. 38-ാം സംഖ്യ 38-ാം സങ്കീർത്തനം 6-ാം വാക്യം. Psalm 38 in verse 6. 38-ാം സങ്കീർത്തനം 6-ാം വാക്യം. ഞാൻ കുനിഞ്ഞു ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. എന്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിൽ ഇരിക്കുന്നു. എന്റെ ദുഃഖം നീ അറിയുന്നല്ലോ. എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതും. All my desire is before thee, my groaning is not hid from thee. അതുകൊണ്ടാണ് മക്കളെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ലല്ലോ എന്ന് വചനം വായിക്കുന്നു. That is why the word of God says, "You shall not deliver the turtle down into the hands of the wicked one." നിങ്ങൾ കുറുപ്രാക്കളെ പോലെ ഞരങ്ങണം. I and you should be found as the turtle down groaning. കുറുപ്രാക്കളെ പോലെ അർദ്ധരാത്രിയിൽ ഞരങ്ങണം. At midnight like the turtle down we should be groaning. തനിപ്പറ്റിരുന്ന് ഞരങ്ങണം. You should sit alone and groan. തനിയേ ദൈവസന്നിധിയിൽ നിലവിളിക്കണം. You should sit in God's presence and cry. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. Our Lord God is God Almighty. He is a God who hears the voice of groaning. നിന്റെ ദുഃഖം ആരും അറിയുന്നില്ലായിരിക്കാം. നീ ഒറ്റയ്ക്ക് രാത്രി ഇരുന്നിട്ട് ദൈവസന്നിധിയിൽ നിന്റെ ദുഃഖം, നിന്റെ സങ്കടങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ അവൻ നിന്നെ നിശ്ചയമായും ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കും. None might know your sorrow, but at midnight when you cry unto God, God will listen for you and will help you. 38-ാം വാക്യം. 38:18. ഞാൻ എന്റെ അകൃത്യത്തെ ഏറ്റു പറയുന്നു, എന്റെ പാപത്തെ കുറിച്ച് ദുഃഖിക്കുന്നു. ഞാൻ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ തോൽവികൾ, പരാജയത്തെ ഓർത്ത് ദുഃഖിക്കാം. Let's be sorrow for our sin and should regret over it. നമ്മുടെ ദുഃഖം അവൻ അറിയുന്നു. He knows our sorrows. നമ്മുടെ കഷ്ടത അവൻ അറിയുന്നു. He knows our troubles. നമ്മുടെ സങ്കടം അവൻ അറിയുന്നു. He knows our griefs. നാം പോകുന്ന വഴി കർത്താവ് അറിയുന്നു. The path which we go, He knows. നിന്റെ വേദന കർത്താവ് അറിയുന്നു. Your pain He knows. നിന്റെ ദുരിതങ്ങൾ കർത്താവ് അറിയുന്നു. All your trouble He knows. നീ പോകുന്ന പാത ദൈവം അറിയുന്നു. The path through which you go, God knows. നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം അറിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനാ ഭാരപ്പെടുന്നത്? അവൻ നമ്മോട് കൂടെ ഉണ്ട്. മക്കളെ, നമ്മെ സഹായിപ്പാൻ. If there be a God for us who knows all our sorrows and all our troubles, and why should we be overburdened over it? He is with us in order to help us. ദൈവത്തിന് മഹത്വം. Glory be to God. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. Your days of sorrow shall be entered. നിന്റെ കഷ്ടകാലം തീർന്നു പോകും. Your time of affliction will be entered.
scripture. നമ്മുടെ യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. When you go to Jesus, that's a particular day when all your tears will be wiped. ഇപ്പോൾ നീ കരഞ്ഞുകൊണ്ടിരിക്കാം. Now you might be crying. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നീ കരഞ്ഞുകൊണ്ടിരിക്കണ്ട. This is the promise of God. Cry not henceforth. നിന്റെ പ്രവൃത്തികൾക്ക് ഫലം ദൈവം തരും. Lord shall reward you according to your works. 2022 പോരാട്ടങ്ങൾ കഷ്ടങ്ങൾ അല്ലാതെ മക്കളെ ചിലപ്പോൾ 2023 നമുക്ക് ഉണ്ടെങ്കിൽ വരാൻ പോകുന്ന ഭയാനകരമായിരിക്കുന്ന അവസ്ഥയായിരിക്കും. Perhaps not the experiences we had in this year, but the coming year will be more terrible. നിന്നെ ഇതുവരെ സഹായിച്ചെങ്കിൽ ഇനിയും സഹായിപ്പാൻ കർത്താവ് കൂടെ ഉണ്ട് ദൈവമക്കളെ. Thus far Lord God help you again, also he is with you in order to help you. ദൈവം നമുക്ക് സഹായകനാണ്. God is our help. ദൈവം നമ്മുടെ സഹായകനാണ്. God is our help. ദൈവത്തിന് സ്തോത്രം. Praise be to God. നിന്റെ ദുഃഖവും കഷ്ടവും ദൈവം അറിയുന്നു. All your sufferings, all your sorrows, God knows. ദൈവമക്കളെ, മറ്റൊരു വിഷയം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. And another point, 147 സങ്കീർത്തനം അതിന്റെ 11 വാക്യം. Psalm 147 and verse 11. ദൈവത്തെ ഭയപ്പെട്ട് പ്രത്യാശ വെച്ച് ജീവിക്കണം, അതാണ് ദൈവത്തെ പ്രസാദം. This is what God taketh pleasure, fear God and hope in his mercy. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കും. ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? What should we do for God to please in us? ദൈവത്തെ ഭയപ്പെട്ട് പ്രത്യാശയിൽ ജീവിക്കണം. Fear God and live in hope. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. Beloved children of God, in our life never our hope should be found. ആരാണ് നമ്മുടെ പ്രത്യാശ? Who was our hope? യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകും. Oh Lord God, thou art my hope. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകും. Oh Lord God, thou art my hope. ദൈവം നമ്മുടെ പ്രത്യാശയാണ്. God is our hope. ദൈവം നമ്മുടെ സഹായകനാണ്. God is our help. ദൈവം നമ്മുടെ ആശ്രയമാണ്. God is our trust. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. Never should our hope end. നമ്മുടെ പ്രത്യാശയ്ക്ക് എതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകും. There will be conflicts against our hope. ആ വാക്യം വായിച്ച 147:11. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ദൈവം യഹോവ പ്രസാദിക്കുന്നു. God pleaseth. ജോബിന്റെ പുസ്തകം 11:18 വാക്യം. Job 11:18. ജോബ് 11:18 വാക്യം. പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. പലരും നിന്റെ മമത അന്വേഷിക്കും. എന്നാൽ ദുഷ്ടന്മാരുടെ കണ്ണ് മങ്ങിപ്പോകും. ദുഷ്ടന്മാരുടെ കണ്ണ് മങ്ങിപ്പോകും. നിന്റെ പ്രത്യാശ ജീവിക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ണ് മങ്ങിപ്പോകത്തില്ല. പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടിരിക്കും. The eyes of the wicked shall fail, but dear children of God, live in hope. Your eyes shall not fail. Always you will abound in hope. ദൈവമക്കളെ, നമ്മുടെ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. ദൈവമക്കളെ, പ്രത്യാശ ഉള്ളത് കൊണ്ട് ഞാനും നിർഭയനായിരിക്കും. പിന്നെ നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. നീ ചുറ്റും നോക്കി ഒരു ശത്രുക്കളുമില്ല. ദൈവത്തെ ഒരു ശത്രുക്കളും അടുത്തു വരുന്നില്ല. എല്ലാം ദൂരെ മാറിയിരിക്കുകയാണ്. ചുറ്റും നോക്കി നീ സ്വൈര്യമായിരിക്കും, സ്വസ്ഥമായിരിക്കും. നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുക. ചില കിടക്കമുണ്ടല്ലോ, സാത്താൻ പിടിക്കുന്നു പറയും, കഴുത്തിൽ പിടിക്കുന്നു പറയും, കാലെ പിടിക്കുന്നു പറയും, എന്ന് വേണ്ട സർവത്ര ദർശനങ്ങൾ കണ്ടുകൊണ്ടിരിക്കും മനുഷ്യൻ പലരും. ദൈവമക്കളെ, എന്നാൽ നീ പ്രത്യാശയോടുകൂടെ ദൈവത്തിൽ ആശ്രയം വെച്ച് 4-10 അന്യഭാഷയും പറഞ്ഞിട്ട് കിടക്കാമോ, നിന്നെ ആരും ഭയപ്പെടുത്തത്തില്ല. Trust in God, speaking in known tongues, and then sleep, then none shall come unto you to make you afraid. ദൈവത്തിന് സ്തോത്രം. Praise be to God. കിടക്കുന്നതിന് മുമ്പായിട്ട് 10 മറുഭാഷയും പറഞ്ഞ് ഒരു സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാൽ കിടക്കാമോ, ഒരു മനുഷ്യനും ഒരു പിശാചും നിന്റെ അടുക്കൽ വരികയില്ല. ഭയപ്പെടുത്തുന്നവനാരും ഉണ്ടാകുകയില്ല. Before going to bed, speaking unknown tongues, praise God, thank God, and then go to sleep, then nothing will come unto you to fear, to make you fear, in order to bring fear to you, or the devil also shall not come nigh unto thee. ഒരിക്കലും ഒരു അപ്പച്ചൻ, once one elderly man, he was an elderly person. രാത്രിയിൽ താൻ ഭയപ്പെട്ടു. One night he got afraid. തന്നെ ആരോ വിളിച്ചു കൊണ്ടുപോകുന്നതായിട്ട് തോന്നി. Someone came into him and told him to come out. ലുങ്കി മാത്രം ഉടുത്തിരിക്കുകയായിരുന്നു. And he was just wearing a lungi. പുള്ളിയെ പിശാച് കൊണ്ടുപോയി. Devil took him out.
കൊണ്ടുപോയി ഏതോ മലകളിലൊക്കെ പോയിട്ട് മുള്ളിനിടയ്ക്കൂടൊക്കെ വലിച്ച ശരീരമെല്ലാം കയറി അങ്ങ് മലയെ കൊണ്ടുപോയി. മലയിൽ ചെന്നപ്പോൾ ഒരു സാധുവായ ഒരു കുടുംബം, ഒരു പാവപ്പെട്ട കുടുംബം അവിടെ ഉണ്ട്. അവർ ആ കുടിലിൽ ചെന്നിട്ട് അവിടെ ചെന്ന് കയറി ഈ അപ്പൻ. And he walked over a long distance and went among the thorns and climbed a mountain. And on the mountain top there was a small hut and a family was staying there and reached there. വീട്ടുകാരെല്ലാം ആകെ ഭയപ്പെട്ടു. And all the whole family was അപ്പനെ തിരക്കി നടന്നു, അപ്പനെ കാണുന്നില്ല. And of others not missing. നോക്കി. And they went and searched. ചുറ്റുപാടെല്ലാം നോക്കി. And searched around. അവർ നാട്ടുകാരൊക്കെ ഇറങ്ങി വന്നു, അവിടെല്ലാം നോക്കി. The people over the land also were searching for him. ഒരിടത്തും കാണുന്നില്ല. Nowhere. അപ്പോൾ ആ കുടിലുള്ള വ്യക്തിക്ക് എടാ ഇന്ന വീട്ടിൽ അപ്പനാണ് തോന്നുന്നല്ലോ എന്ന് തോന്നിയിട്ട് ആ അവിടെയുള്ള വീട്ടിൽ അദ്ദേഹം അറിയാമോ ഈ അപ്പനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവർ തിരക്കി പോവുകയാണ്. ശരീരമെല്ലാം മുറിഞ്ഞ്, എല്ലാം തലയും മുഖമെല്ലാം മുറിഞ്ഞ്, പുറമെല്ലാം മുറിഞ്ഞ്. അതറിയാമോ അവസാനം ഞാൻ ചോദിച്ചു, എവിടെ പോയി അപ്പച്ച? അയ്യോ എനിക്കറിയാൻ വയ്യ, ഒരാളെന്നെ പിടിച്ചുകൊണ്ട് പോയി, ഞാൻ കൂടെ അങ്ങ് പോയെന്ന് പറഞ്ഞു. ഇതാണ് ഭയപ്പെടുന്ന ശക്തി. പിശാച് ഏതായാലും കൊല്ലാതെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാൻ പോയി പ്രാർത്ഥിച്ചു. നടന്ന സംഭവം പറയാം, നടക്കാൻ സംഭവം അല്ല, നടന്ന സംഭവമാണ്. ചെന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ അത്ഭുതമായ ഒരു പിതാവിനും പ്രായമുള്ള അപ്പച്ചനാ, അതിനാണ് ദൈവമക്കളെ കുറച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് കിടക്കണം. അല്ലെങ്കിൽ പിശാച് കാലെ പിടിച്ചോണ്ട് അങ്ങ് പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ ആത്മാവ് നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ച് സ്നേഹത്തിനും ഐക്യത്തിനും പ്രത്യാശയിലും കിടക്കണം. ഇല്ലെങ്കിൽ സാത്താനിന്റെ കരുത്തിനേടി പിടിച്ച് നിന്നെ ഞെക്ക് കേട്ടോ, മറക്കരുത്. ഒരിക്കലൊരു സുവിശേഷക്കാർ രണ്ടുപേര് വഴക്കുണ്ടായി കിടന്നിട്ട് എന്തറിയാൻ രാത്രിയിൽ ഒരു സഹോദരിയുടെ കരുത്തെ കയറി പിശാചങ്ങ് പിടിച്ചു. ഭയങ്കര അലറിക്കരഞ്ഞു. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് എന്താ പിശാച് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ അടുത്ത മുറിയിരുന്നു സാത്താൻ ഒരു ആട്ടാട്ടി. ഉടനെ ഞാൻ മദറിനെ വിളിച്ചു, മദറെ എന്താ പറയാ അവിടെ, എന്തോ അവിടെ? സഹോദരി അലറിയാന്ന് പറഞ്ഞു. വിളിച്ചുകൊണ്ട് വന്നു. എന്താ രാത്രിയിൽ എന്തു പറ്റി? അയ്യോ ഞാൻ മദനോട് ക്ഷമ ചോദിക്കാതെ കിടന്നു, സാത്താൻ എൻ്റെ കഴുത്ത് കയറി പിടിച്ചതാണ്, ഞാൻ അലറിയതാന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലിയറായ സഹോദരിയാ, ഒരു കുഴപ്പമില്ല. കാരണം അന്ന് തന്നെ ഇപ്പോൾ ആരോടും ഒരു കയ്പുമില്ല. ഞാൻ ചിന്തിക്കുകയാണ്, സാത്താൻ ചെയ്ത വേല നോക്കണം, അവൾ ശരിയായിട്ട് വേലക്കാരിയായി മാറാൻ ഒരൊറ്റ പിടി പിടിച്ചതേ ഉള്ളൂ. ഞാൻ പറയും ഇങ്ങനെയുള്ളതൊക്കെ ഒരു പിടി പിടിക്കാമെങ്കിൽ നന്നായിരിക്കുന്നത് എൻ്റെ അഭിപ്രായം കേട്ടോ. ദൈവത്തെ സ്തോത്രം. എന്നാലേ ഗുണപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ആര് ഐക്യതയില്ലാതെ കിടന്നാലും സാത്താൻ പിടിക്കും. ഓർത്തോണം, ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും മക്കളോടും ഐക്യമായിരുന്നോണം. ഇല്ലെങ്കിൽ സാത്താനിന്റെ കരുത്തിന് പിടിച്ച് ഞെക്കുമെന്ന് ഓർത്തോണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ മക്കളെ, ഭയപ്പെടുത്തുന്ന ശക്തി നിന്നിൽ പിടിക്കാതെ വണ്ണം നീ സൂക്ഷിക്കണം. That spirits should make you afraid, should not touch you. പ്രത്യാശ വെച്ച് ജീവിക്കണം. Live in hope. എന്താണ് പ്രത്യാശ? What is hope? 147 വാക്യം. അത് 119 സംഘടിച്ച 147 വാക്യം. Psalm 119, 147. 119 147 വാക്യം. ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. ഉദയത്തിന് മുൻപേ, സൂര്യ ഉദിക്കുന്നതിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഉദയത്തിന് മുൻപേ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. I prevented the dawning of the morning in crying. ദൈവത്തിന്റെ വചനം വായിക്കും. I read Bible. ഇന്ന് അങ്ങനെ പ്രാർത്ഥിച്ചവരും ബൈബിൾ വായിച്ചവരും മാത്രം ഒന്ന് കൈവെക്ക്. കുറച്ചു പേരുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഉദയത്തിന് മുൻപേ എന്നിട്ട് എന്താണ് പല്ലുപോലും തേക്കാതെ കട്ടൻ കാപ്പി ഒന്ന് കുടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പല്ല് വെച്ചിട്ട് പിന്നെ രണ്ടെണ്ണം കുടിക്കും. പിന്നെ അതിന് ശേഷം പോരാന്നത്ത് കുടിക്കും. ഇതൊക്കെ കറക്റ്റായിട്ട് നടന്നോളും. ദൈവത്തെ സ്തുതിക്കാനും ബൈബിൾ വായിക്കാനും ഇന്ന് വലിയ ഭാരമാണ്. But it is burdensome in order to read Bible and praise God. ബൈബിൾ വായിക്കുന്നതിന് ദൈവം പ്രസാദിക്കും. God will please in them that read the Bible. പ്രാർത്ഥിക്കുന്നതിന് ദൈവം പ്രസാദിക്കും. All those who pray. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രത്യാശ വെച്ച് നമുക്ക് ജീവിക്കാം. Let us all live hopefully. ഒരു വാക്യോടെ വായിക്കാം. റോമർ 5:5 വാക്യം. Romans chapter 5 and verse 5. റോമർ 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. Hope maketh not ashamed, because the love of God is shed abroad in our hearts by the Holy Ghost which is given unto us. ദൈവത്തിന്റെ സ്തോത്രം. Glory be to God. ദൈവമക്കളെ, പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. Beloved children of God, let us all live in hope. 1 വാക്യം. 1 Corinthians 5:15-19. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ജീവിക്കുന്നെങ്കിൽ അതാണ് ദൈവത്തിന്റെ പ്രസാദം. If we live in hope, then that is where God pleaseth.
നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ദൈവമക്കളെ, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുകയല്ല, വരാൻ പോകുന്ന ആ ദൈവവർഷത്തിലും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ യേശുവിന്റെ വരവിൽ ഞാൻ എടുക്കപ്പെടും. അതാണ് പ്രത്യാശ. Not having hope in this life alone, but in the coming world, and also in this, that I will be caught up when Lord Jesus would come. നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. We should have hope in God. പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ. All those who have hope, be bold. നിങ്ങൾ പ്രത്യാശയോടെ ജീവിക്കുന്നെങ്കിൽ ധൈര്യമായിരിക്കുക. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. If you live in hope, then be bold. God is with you. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. Your hope shall not be put to shame. നിന്റെ പ്രത്യാശ വിട്ടൊരിക്കലും പോകുകയില്ല. Never you should leave your hope. ആരാണ് പ്രത്യാശ? Who was our hope? നമ്മുടെ കർത്താവ് നമ്മുടെ പ്രത്യാശ. Our God is our hope. എന്റെ ദൈവം എന്നെ അവസാന ഘട്ടം വരെയും സൂക്ഷിക്കും. അത് നമ്മുടെ പ്രത്യാശയാണ്. My God will preserve me till the very end. This is my hope. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? What should we do to please God? മത്തായി സുവിശേഷം Matthew the Gospel അടുത്തതായിട്ട് മത്തായി 17:5 വായിക്കും. 17:5. അഞ്ചാമതായിട്ട് സമ്പൂർണ്ണ അനുസരണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രിയമക്കളായി ജീവിക്കുന്നെങ്കിൽ ദൈവം പ്രസാദിക്കും. If we are God's beloved son, if we are found in perfect obedience, and God will please in us. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ദൈവമക്കളെ, ആ ശബ്ദത്തെ അനുസരിച്ച്, ദൈവത്തിന്റെ പ്രവൃത്തികളെ അനുസരിച്ച് നാം ജീവിക്കുന്നെങ്കിൽ ദൈവം നമ്മെ പ്രസാദിക്കും. If you obey this voice, if you obey God's commandments and live, then God will please in us. ദൈവത്തിന്റെ ദൈവപ്രമാണത്തിൽ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ അവൻ നമ്മിൽ പ്രസാദിക്കും. If you obey God's commandments and live, then God will please in us. നമുക്ക് അനുസരണം വേണം. We need obedience. റോമർ 1:6 Romans 1:6. നമ്മുടെ ദൈവമക്കൾ വിളിച്ചിരിക്കുന്നത് അനുസരണത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. Called to live in obedience. റോമർ 1:6 ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചിരിക്കുന്നു. We have received grace and apostleship for obedience to the faith among all nations. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? How to please God? ഒന്ന് വിശ്വാസത്താൽ, one by faith, രണ്ട് ദൈവത്തിന്റെ വഴികളിൽ കൂടെ ജീവിക്കുന്നതിനാൽ, two by walking in God's ways, നമ്മുടെ കഷ്ടവും ദുഃഖവും സഹിക്കുന്നതിനാൽ, enduring sufferings, ദൈവത്തെ ഭയപ്പെട്ട് പ്രത്യാശയോടെ ജീവിക്കുന്നതിനാൽ, fearing God and living in hope. അഞ്ചാമതായിട്ട്, fifthly, അനുസരണമുള്ളവരായി, being obedient, ദൈവത്തിന്റെ പ്രിയ മക്കളായി ജീവിക്കുന്നവർ, living as God's beloved children. എഫേസ്യ ലേഖനം 5:1 വായിക്കും. Ephesians 5:1. പ്രിയ മക്കൾ എന്ന പോലെ, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ദൈവത്തെ അനുകരിക്കണം. Follow God. അതാ വിശുദ്ധ പൗലോസ് പറയുന്നത്, Saint Paul says, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുമേ. Be ye his followers as I am. കൊരിന്ത്യർ 11:1 ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകും. നിങ്ങൾ എന്റെ അനുകാരികളാകണം. Be followers of me even as I also am of Christ. ശ്രദ്ധിക്കണം, വിശുദ്ധ പൗലോസ് ക്രിസ്തുവിന് അനുകരിക്കത്തക്ക നിലയിലുള്ള ജീവിതമായിരുന്നു. Saint Paul's life was such of Christ. മറ്റുള്ളവർ നമ്മെ വീക്ഷിക്കുമ്പോൾ അനുകരിക്കത്തക്ക നിലയിലുള്ളായിരിക്കുന്ന ജീവിതം നമ്മൾ ചെയ്യണം. When others watch us, there should be something for them to follow. അത് കല്യാണ ദിവസം അങ്ങനെ ആയിരിക്കണം. And on the wedding day also, നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും അങ്ങനെ ആയിരിക്കണം. in all works also, സഭയിൽ വരുമ്പോൾ മാത്രമല്ല, not just coming for Sundays, while coming for Sundays, ഘട്ടങ്ങളിൽ എവിടെയായാലും നമ്മളെ അനുകരിക്കത്തക്ക നിലയിലുള്ളായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. In all places, in all occasions, there must be something for others to follow. ഒരു കേൾവി ഞാൻ കേട്ടു. I heard സൺഡേ സ്കൂൾ അധ്യാപകർ, Sunday school teachers, പഠിപ്പിക്കുന്ന അധ്യാപക ടീച്ചേഴ്സ് ചിരിക്കും പെയിന്റ് അടിച്ച്, മുഖത്തും പെയിന്റ് അടിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ജീവകാലത്ത് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ അനുവദിക്കത്തില്ല. painted their face and even their cheeks and their lips, and they are teaching their children. ഇന്നലെ കിട്ടിയ റിപ്പോർട്ടാണ്. And this is a report. ജീവിതത്തിൽ അങ്ങനെയുള്ളവരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ അനുവദിക്കത്തില്ല. And in their lifetime I will never permit them to teach the children. നീ പെയിന്റ് അടിച്ച്, അങ്ങനെ ഇംഗ്ലീഷിനകത്ത് അങ്ങനെ പെയിന്റ് അടിച്ചെന്ന് പറയുന്നത്, മുഖത്ത് പെയിന്റ് അടിച്ച്. നിങ്ങളൊക്കെ അത് തൂച്ചതൊക്കെ പറയുമല്ലേ, പെയിന്റ് അടിച്ചു വന്നിരിക്കുക. പെയിന്റ്
ഇന്ന് പലരും എന്താണ് എന്താ വായിച്ച് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. പെയിന്റ് എന്താ മുഖത്ത് കിരീടം പെയിന്റ് അടിക്കുന്നു, മുഖത്തും പെയിന്റ് അടിച്ച് എന്നാ ബ്രഷൂടെ കൊണ്ടുതരാം, അടിച്ച കൊച്ചോടെ എല്ലാവരും മൊത്തം കഴിക്കണം, തലയിലൂടെ അടിക്കണം. വൈര് അങ്ങനെയാണല്ലോ. 2 രാജാക്കന്മാർ 9:30 And when Jehu was come to Jezebel heard of it, and she painted her face. പെയിന്റ് മുഖത്ത് പെയിന്റ് അടിച്ചിരിക്കുക, വേറെ പെയിന്റ് അടിച്ചിരിക്കുക. അടിച്ചോ കുഴപ്പമില്ല, മറ്റുള്ളവർ നിനക്ക് മാതൃക കാണണം. മാതൃക. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ വീക്ഷിക്കുമ്പോൾ അനുകരിക്കത്തക്കതായി സ്വഭാവം ഉണ്ടാകണം. When others watch you, there should be something in your life. For whom to show are you painting your face? ദൈവത്തിന് സ്തോത്രം. Praise be to God. ചിലര് 2 സാരി കൊണ്ടുവരും. ഒന്ന് പിന്നെ വെള്ള വസ്ത്രം ധരിച്ച് ബാഗിനകത്ത് ഓടിച്ചുകൊണ്ട് വരും. അവിടെ വന്ന ശേഷം ദൈവം മാറി കളറെ എടുത്തുകൊണ്ടാണ് വരുന്നത്. അതിനുശേഷം പോകാൻ നേരത്ത് കളർ എടുത്തുകൊണ്ട് പോകും. ആരെ കാണിക്കാൻ? നീ പെന്തക്കോസുകാരിയായിട്ട് അയൽവാസി അറിയട്ടെ, ദേശം അറിയട്ടെ, സമൂഹം അറിയട്ടെ. നീ ബൈബിൾ തൂക്കിയെടുത്തുകൊണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പോകണം. പോകുമ്പോൾ ആരാണ്ട് പെന്തക്കോസുകാരൻ, പെന്തക്കോസുകാരി, അനുകരിക്കത്തക്ക മാതൃക ഉണ്ടാകണം. When you go with the Bible, they should face. When others watch you, there should be something for them to follow. കത്തോലിക്ക ആരാധന സ്ഥലത്തേക്ക് കത്തോലിക്ക സഹോദരിമാർ പോകുന്ന ഞാൻ കാഴ്ച കണ്ടു. I have seen the Catholic people going to worship God. എല്ലാവരുടെ കയ്യിൽ ദൈവമക്കളെ ബൈബിൾ. Everyone have their Bible. ഇങ്ങനെ നെഞ്ചത്തോട് പിടിച്ച് എല്ലാവരും ഓപ്പണായിട്ട് ഇങ്ങനെ പോവുകയാണ്. അവിടെ ബൈബിളാ, POC ബൈബിളാ, വലിയ ബൈബിളാണ്. നമ്മുടെ കയ്യിൽ വന്ന് പോക്കറ്റ് ബൈബിളായി. പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകും, ഫാൻസിനകത്ത് ഇട്ടുകൊണ്ട് വരും. ഇട്ടുകൊണ്ടതിന് ശേഷം കൊണ്ടുകൊണ്ട് വെക്കും. മറ്റേത് വലിയ ബൈബിളല്ലയോ. വലിയ ബൈബിളും തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടാൽ വളരെ വിചിത്രമാണ്. നീ പെന്തക്കോസുകാരിയാ കേട്ടോ, വലിയ പെന്തക്കോസുകാരിയാണ്. ഇപ്പോൾ ബൈബിളൊക്കെ പൊടിഞ്ഞ് ബാഗിനകത്ത് വെച്ച് അതിനകത്തൊരു പൊടിയും പൊടിഞ്ഞുകൊണ്ടാണ് വരുന്നത്. വന്നിരുന്ന ശേഷം എടുത്തുകൊണ്ട് പോവുകയാണ്. നീ ഓപ്പണായിട്ട് ബൈബിൾ പിടിച്ചു നടക്കാമോ? അതാണ് ബന്ധക്കോസുകാരി. മാതൃക, അനുകരിക്കത്തക്ക മാതൃക ഉണ്ടാകട്ടെ. Let your life be exemplary for others to follow. ദൈവത്തിന് മഹത്വം. Glory be to God. അതാണ് വായിച്ചത്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. Be ye my followers. ദൈവത്തിന് മഹത്വം. Glory be to God. അപ്പോസ്തലൻ പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്റെ അനുകാരിയാകുവിൻ, എന്നെ നോക്കുവിൻ. അനുകരിക്കത്തക്ക അനവധി കാര്യങ്ങളുണ്ട്. Saint Paul says that, look at me, there are many things for you to follow from my life, and be followers of me even as I am also of Christ. നമ്മുടെ താഴ്മ, our humility, നമ്മുടെ അനുസരണം, our obedience, നമ്മുടെ ക്ഷമ, our forgiveness, നമ്മുടെ സ്നേഹം, our love, നമ്മുടെ രഹസ്യ പ്രാർത്ഥന, our secret prayer, ദൈവസന്നിധി വന്നാൽ ആത്മാവ് നിറയുന്ന അനുഭവങ്ങൾ, getting filled in the spirit, ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന അനുഭവങ്ങൾ, an attentive heart in God's presence. ഞാൻ സെൻട്രലിൽ ഞാൻ പറയുണ്ടായി. Recently I said in the center, കഴിഞ്ഞ വർഷത്തെ കൺവെൻഷന്റെ നമ്മുടെ ആരാധന ഹോളിലും പിന്നെ അവിടെ ഇവിടേക്ക് അലലിരുന്ന് in our meeting place and in other places we വിശേഷ അനുഭവം. And this was the special thing I saw there. ഒരൊറ്റ വിശ്വാസി പോലും ചലിച്ചില്ല മീറ്റിംഗ് തീരുന്നവരെ. Not even a single believer moved until the meeting ended. മറ്റേ ഗ്രൗണ്ടിൽ മീറ്റിംഗ് നടക്കുമ്പോൾ തേനീച്ച കൂട്ടിൽ തേനീഴ്ച പോലാണ്. ഇങ്ങനെ വന്നുകൊണ്ട് പോയി, ഇങ്ങനെ ഒരാൾ അങ്ങോട്ട് പോകും, ഒരാൾ ഇങ്ങോട്ട് പോകും, അങ്ങനെയായിരുന്നു. എന്നാലും ശരി, ഒരെണ്ണം പോലും. അത് വേറൊരു വിശേഷത പറയുന്നത്, 5:45 അവിടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. 5 മണിയായപ്പോഴേ കസര നിറഞ്ഞു. എന്തൊരു മനോഹരമായിരുന്നു അറിയാമോ? അങ്ങനെയുള്ളൊരു ജീവിതം ചെയ്യേണ്ട ഈ മക്കളെ. നമ്മുടെ കൺവെൻഷന് കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് കൺവെൻഷൻ ഗ്രൗണ്ടിലാണ് ഇപ്രാവശ്യം കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ ഇരിക്കണം, അനുകരിക്കത്തക്കതായിരിക്കുന്ന മാതൃക ഉണ്ടായിരിക്കണം. Even this year we'll have a convention ground, and therefore our life should be exemplary for others to follow. ദൈവത്തിന് സ്തോത്രം. Glory be to God. പ്രിയമക്കൾ, beloved children, വായിച്ചാട്ട് പ്രിയമക്കൾ. 1 യോഹന്നാൻ 8:29 വാക്യം. യോഹന്നാൻ 8:29. 8:29. എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നെങ്കിൽ അവനെ നമ്മൾ ഏകനായി വിടുകയില്ല. My God will never leave me alone if we do always those things that please him. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും? How can we please God? ആറാമതായിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞു വിടാം. സമയം പോയതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞു വിടാം. Due to lack of time, I'll just say a word concerning it. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. Genesis 4:7.
നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുന്നില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകും. If thou shalt do good, then it shall be pleasing unto God. കയീനും ഹാബേലും യാഗം അർപ്പിച്ചു. Cain and Abel offered ഹാബേലിന് sacrifice, വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. and God was pleased in കയീന് Abel, ദൈവം പ്രസാദിച്ചില്ല. but not in Cain. കയീന് കോപമുണ്ടായി, And his very wrath, അവന്റെ മുഖം വാടി. and his countenance changed. എന്ത് പറയുന്നു? What does he നീ say? നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം If ഉണ്ടാകും. thou doest well, shall not thou നീ make. ചെയ്ത യാഗത്തിൽ നന്മയില്ല, There is no good thing in the offering. സന്തോഷത്തോടെ ചെയ്തില്ല. No, you did it without joy. വഴിപാട് കൊണ്ടുവന്നു, He brought the sacrifice, പുഴുത്തതായ കുറച്ച് വെണ്ടയ്ക്ക അതും ഇതും എന്താണ് അതും ഇതെല്ലാം കൊണ്ടുവന്ന് യാഗം വെപ്പിച്ചു. but everything which is. ഹാബേൽ അങ്ങനെയല്ല. But Abel was not so. കടിഞ്ഞൂൽ The firstling, കടിഞ്ഞൂലിൽ മേധസ്സിനെ the firstlings of his flock, കൊണ്ടുവച്ചു. he brought the fat ദൈവം അവനിൽ also, പ്രസാദിച്ചു. and God was pleased in him. നിന്റെ വഴിപാട് ദൈവമക്കളെ ഊനമില്ലാത്ത വഴിപാടായിരിക്കണം. Dear children of God, your offering should be found without blame, കുറവില്ലാത്ത വഴിപാടായിരിക്കണം. which should be found without any നീ defects. നന്മ ചെയ്യുന്നെങ്കിൽ ദൈവം നിന്നെ പ്രസാദിക്കും. If thou doest well, then God will be accepted. നന്മയുടെ വശം നമുക്കുണ്ടാകട്ടെ. Wish there should be the part of goodness in our ചിലരെല്ലാം life. നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര പുറകോട്ട, Some are found ദൈവത്തെ സഹായിക്കുന്ന കാര്യത്തിലും പുറകോട്ട. in helping the work of the Lord അയ്യോ, also. ഞാൻ അങ്ങോട്ട് കടക്കാൻ അധികം ആഗ്രഹിക്കുന്നില്ല. I do not want to pass into ഒരു that. കാര്യം സത്യമാണ്, One thing is sure. 99% നീ കറക്റ്റ് ആയിരിക്കാം. ദൈവവേലയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ കർത്താവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ഏതാണ് നീതി കവിഞ്ഞ് 100 11 രൂപ കവിഞ്ഞ് കൊടുത്താൽ സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായ വാക്ക് പറയുന്നത്. That is why very distinctly our Lord God speaks that even there be various good things which you do in your life, if you're not helping in the work of the Lord, if you're not faithful at that which ought to be given to God, then you cannot enter the kingdom of God. നമ്മുടെ ഒരു വിശ്വാസിയുടെ ഒരു ശുശ്രൂഷകന്റെ അനിയൻ, one of our servant of God's brother, തനിക്ക് വീടില്ല, no house, വസ്തുവില്ല, no property, വാടക വീട്ടിൽ താമസിക്കുന്നു, was staying in a rented house, വലിയ വരുമാനം ഒന്നുമില്ല. no good income. കർത്താവ് പറഞ്ഞു, God said, നിന്റെ കൈ കിട്ടുന്നില്ല, ഇതാണ് നീ 10% കൊടുക്കേണ്ടത്, 20% കർത്താവ് വേണ്ടി കൊടുക്കും. not 10 but 20% which you have here to give for the work of the Lord. 100 രൂപ കിട്ടിയാൽ 20 രൂപ നീ മാറ്റി If വെക്കണം. you get 100, then you get 20 apart. വീടില്ല, No house, വസ്തുവില്ല, no land, സഹായിപ്പാൻ ആരുമില്ല. none to help. ആ വ്യക്തിയുടെ കർത്താവ് പറയുന്നു. To that person God said, അപ്പോൾ അതനുസരിച്ച് പുള്ളി പ്രവർത്തിക്കുന്നത്, പുള്ളി ആരുമൊക്കെ സഹായിക്കുന്നില്ല, അതുപോലെ ചെയ്യുന്നുണ്ട്. someone helped him and does accordingly. ദൈവം തന്നെ മാനിച്ചുകൊണ്ടിരിക്കുന്നു. God is honoring him. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ തനിക്കായിരിക്കും പ്രതിഫലമുള്ളത്. When he goes to the kingdom of God, he will have more blessing. ദൈവമക്കളെ, കർത്താവ് എന്ത് പറയുന്നു അതുപോലെ ചെയ്തു. What God says here to do so, അത് ദൈവത്തെ പ്രസാദമാണ്. pleasing God. എന്നെ തോൽപ്പിക്കാമോ ദശാംശനും വഴിപാടിലും? Only in offerings and sacrifices. ഏതെല്ലാം അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തെ തോൽപ്പിക്കാൻ തോൽപ്പിക്കരുത്. Whatever things you have in your ദൈവം hand, നന്മയിൽ വിശ്വസ്തനായിരിക്കാം. in all the God-given blessings, you should be faithful. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമുക്കും ചെയ്യാം. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? How can we please God? ഏഴാമതായിട്ട് Seventhly, റോമലേഖനം 8:8-9 Romans 8:8 and 9. ജഡസ്വഭാവമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവത്തിന് സ്തോത്രം. ജഡസ്വഭാവം ഇല്ലാതെ ജീവിക്കുന്നവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. All that are not in the flesh can please God. ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. They that are in the flesh cannot please God. അതുകൊണ്ട് നിങ്ങൾ ആരായിരിക്കണം? Who should you be? ജഡസ്വഭാവമുള്ളവരല്ല, not the characters of flesh, ആത്മസ്വഭാവമുള്ളവരായിരിക്കണം. but the characters of the spirit. ദൈവമക്കളെ, എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? Why our God has called us? നമ്മൾ ആത്മീയരായി ജീവിക്കാൻ വേണ്ടിയാണ്. To live spiritually, ആത്മീയ ശക്തിയിൽ ജീവിക്കാൻ to വേണ്ടിയാണ്. live with the power of the spirit, പരിശുദ്ധമായി ജീവിക്കാൻ to വേണ്ടിയാണ്. live a holy life. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളൊക്കെ മരിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവമക്കൾ ജീവിക്കും. Therefore, mortifying all the deeds of the flesh according to the will of God, the children of God ought to live. ദൈവം ഏതെങ്കിലും വായിക്കും. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. 8-9
നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. The spirit of Christ is not in you, then you do not belong to Christ. ക്രിസ്തുവിന്റെ ആത്മാവ് ദൈവമക്കളെ അവിടെ ഉണ്ടാകട്ടെ. Let the spirit of Christ be found in us. പരിശുദ്ധാത്മാവ് ശക്തിയാൽ നിറഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. Let us all get filled with the power of the Holy Ghost. ദൈവാത്മാവിൽ നമുക്ക് വളരാം. Let us all grow in the ദൈവാത്മാവിൽ നമുക്ക് ജീവിക്കാം. Let us all live with the grace of God. ദൈവകൃപയിൽ നമുക്ക് വളരാം. Let us all grow in the grace of God. അങ്ങനെ ജീവിക്കുന്നവരെയാണ് ദൈവം മാനിക്കുന്നത്. And in such ones God is honoring. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? How can we please God? ദൈവത്തിന് പ്രസാദം വരുത്തുവാൻ എങ്ങനെ കഴിയും? How can you please God? എട്ടാമതായിട്ട് Eighthly, 1 ദിനവൃത്താന്തം 29:17. 1 Chronicles 29:17. 1 ദിനവൃത്താന്തം 29:17. എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്ന അറിയുന്നു. നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കട്ടെ. Let your heart be upright. ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ നിനക്ക് വേണ്ടി കർത്താവ് ഉണർന്നു വരും. Is your heart upright, then God will descend for you. ചിലരുടെ ഹൃദയം പരമാർത്ഥമല്ല. Some hearts are not upright. പരമാർത്ഥ ഹൃദയത്തെ ദൈവം മാനിക്കും. God will honor the upright heart. പരമാർത്ഥകളെ ദൈവം മാനിക്കും. All those upright, Lord God will honor. പരമാർത്ഥ ഹൃദയത്തോട് ജീവിക്കുന്നതിനെ ദൈവം മാനിക്കും. All those are found upright, Lord God will honor. ജോസഫിന്റെ സഹോദരന്മാരെന്ന് ജോസഫിനോട് പറഞ്ഞതറിയാമോ? ഞങ്ങൾ പരമാർത്ഥികളാണ്, ഞങ്ങൾ ഒരാട മക്കളാണ്. അത് പരമാർത്ഥമാണ്. ഞങ്ങൾ ഇത്ര പേരുണ്ടായിരുന്നു, ഒരുത്തൻ ഞങ്ങൾക്ക് വീട്ടിലുണ്ട്, ഒരുത്തൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. ആരോടാ പറയുന്നത്? ജോസഫിനോടാ പറയുന്നത്. ഇതുപോലെയാണ് പലരും പറയുന്നത്, ഞങ്ങൾ പരമാർത്ഥിയ കർത്താവ്, ഞങ്ങൾ പരമാർത്ഥിയ കർത്താവ്, ഞങ്ങൾ പരമാർത്ഥിയ എന്ന് പറയാനൊക്കെ കഴിയും. നാകൊണ്ടങ്ങോട്ട് പറയാൻ കഴിയും. കർത്താവ് നോക്കുമ്പോൾ നീ പരമാർത്ഥിയാണോ? Some people will be found as the brothers of Joseph, and they came and told that we all are one man's son. We are true men, the servants in no space. But in God's sight, are you upright? ജോസഫിന്റെ അടുക്കൽ ജോസഫിന്റെ സഹോദരന്മാരെ ഒന്ന് പറയുന്നു. ആ വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. 42:11 ആഹാരം കൊള്ളുവാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ. ഞങ്ങളെല്ലാം ഒരാളുടെ മക്കളാണ്. ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, ഞങ്ങൾ ഒറ്റുകാരല്ല. We are true men, we are not spies. ദൈവമക്കളെ, നീ പരമാർത്ഥിയാണോ? പരമാർത്ഥ മനസ്സ് ദൈവം ഉണർത്തും. Are you upright? Then our God will stir up the upright heart. പരമാർത്ഥ ഹൃദയം എന്ന് പറയുന്നത് നിർമ്മല ഹൃദയമാണ്. An upright heart, it is a pure heart. പരമാർത്ഥ ഹൃദയം പറയുന്നത് നിഷ്കളങ്ക ഹൃദയമാണ്. An upright heart is an innocent heart. കപടമില്ലാത്ത ഹൃദയമാണ്. It is with വഞ്ചനയുടെ ഹൃദയമല്ല, വഞ്ചനയില്ലാത്ത ഹൃദയമാണ്. Without mischief. ഞാൻ പറയുകയാണ്, നീ പരമാർത്ഥിയാണോ? നിശ്ചയമായി ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. Are you upright? For sure Lord God will rise up for you. ജോസഫിന് പരമാർത്ഥിയായിരുന്നു. Joseph was an upright man. അതുകൊണ്ടാണ് അവനെ പല ഘട്ടങ്ങളിൽ അടച്ച് കാരാഗ്രഹത്തിലാക്കി. കാരാഗ്രഹത്തിൽ നേരെ ഉയർന്നത് മന്ത്രിപദത്തിലേക്കാണ്. Therefore he was kept in the prison, and from there he was risen to the place of the minister of the land. മന്ത്രിപദത്തിൽ നിന്ന് മാത്രമല്ല ദൈവമക്കളെ ചിന്തിക്കേണ്ടത് എന്താണ്? രാജാവ് കഴിഞ്ഞിട്ട് രാജാവിന്റെ സിംഹാസനം കൊണ്ട് മാത്രം പുള്ളി അവിടെ ഇരിക്കും. ബാക്കി ഫുൾ അധികാരവും യോസഫിന് കൈ കൊടുത്തു. Just by throne alone the king had his own majesty, and the rest was given for Joseph. ദൈവത്തിന് മഹത്വം. Glory be to God. നീ പരമാർത്ഥിയാണോ? നിശ്ചയമായും ഒരു രാജഭരണം നിനക്ക് തരാൻ പോകുകയാണ്. Are you upright? The Lord is going to give you a kingship. കർത്താവായ യേശുക്രിസ്തുവും വിശുദ്ധന്മാരുമായി ഭരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ നിശ്ചയമായി നീ പരമാർത്ഥിയാണെങ്കിൽ നിനക്ക് ഭരണം നടത്താൻ കഴിയും. If you are upright, then you shall rule in the reign when Lord Jesus Christ shall reign for 1000 years. ദൈവത്തിന് മഹത്വം. Glory be to God. നമ്മുടെ ഹൃദയത്തെ പരമാർത്ഥതയെ സൂക്ഷിക്കാം. Let us preserve our heart in നമ്മുടെ uprightness. ഹൃദയത്തെ നിഷ്കളങ്കതയെ സൂക്ഷിക്കാം. Let us preserve our heart in innocency. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്തട്ടെ. Let me wind up with 1 or 2 points. ദൈവം പ്രസാദിക്കണമെങ്കിൽ, for God to please in us, അടുത്തതായിട്ട് nextly ലേവ്യ പുസ്തകം Leviticus 22-29 വാക്യം. 22-29. ആരാധനയിൽ കൂടെ ദൈവത്തെ പ്രസാദിക്കുവാൻ കഴിയും.
Through worship we can please God. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം. When you will offer a sacrifice of thanksgiving unto the Lord, ദൈവത്തിന് നന്ദി കൊടുക്കുമ്പോൾ ദൈവത്തിന് പ്രസാദം വരുമാറ് ദൈവത്തിന് സ്തുതി അർപ്പിക്കണം. when you offer thanks unto God, you should offer it as God pleasing one. ഒരു ചടങ്ങായിട്ട് ചെയ്യരുത്. Not just for ഒരു names, ചടങ്ങായിട്ട് ചെയ്യല്ല. not as a custom. ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യും. In a God pleasing manner you have to serve God acceptably with fear. ആരാധനയിൽ കൂടെ ദൈവത്തെ പ്രസാദിക്കണം. Through in worship Lord God would please. ദൈവസന്നിധി വന്നാൽ ദൈവമക്കൾ നിശ്ചയമായി ഏകാഗ്ര ഹൃദയത്തോടുകൂടെ കൈത്തട്ടി ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ആത്മാവ് അന്വേഷിച്ച് ലഭിക്കാത്തവർ സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. ആ സ്തുതിയും സ്തോത്രവും ദൈവം പ്രസാദിക്കുന്ന നിലയിൽ പരമാർത്ഥ ഹൃദയത്തിലായിരിക്കണം. When you come to God's presence with an upright heart, you should with an attentive heart here to clap your hands and you to worship God, praising God, giving thanks unto Him. All those who not receive the anointing also should glorify God with thanks, and it should be upright. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ, നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കട്ടെ. Beloved children of God, let our God നമ്മുടെ please. സ്തോത്രത്തിൽ സ്തുതിയിൽ ദൈവം പ്രസാദിക്കട്ടെ. In our praise and thanksgiving, നമ്മുടെ സ്തോത്ര പ്രാർത്ഥന ദൈവം in പ്രസാദിക്കട്ടെ. our morning praising, നമ്മുടെ ആരാധന ദൈവമക്കളെ സന്ധ്യാ പ്രാർത്ഥന ദൈവം പ്രസാദിക്കട്ടെ. in our evening prayer too. ദൈവസന്നിധി വന്ന് ആരാധിക്കുന്ന ആരാധന ദൈവം പ്രസാദിക്കട്ടെ. May God please in the worship which you come to God's presence into. ദൈവത്തിന് മഹത്വം. Glory be to God. ഒരു കാര്യം പറഞ്ഞു നിർത്തിയാണ്. Finally, ഒരേ വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ. just a verse. 16 സങ്കീർത്തനം 3 വാക്യം. Psalm 16 verse 3. വിശുദ്ധ ജീവിതത്തിൽ കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ Through a holy life you can please God. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. But it says that on the earth they excellent delight. വിശുദ്ധിയിൽ കൂടെ ദൈവമക്കൾ ജീവിക്കുന്നെങ്കിൽ ദൈവത്തെ പ്രസാദമാണ്. If you live holily, then it's God pleasing. വിശുദ്ധിയുടെ ആത്മാവിൽ കൂടെ ജീവിക്കുന്നെങ്കിൽ ദൈവത്തെ പ്രസാദമാണ്. Live the spirit of holiness. നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാം. Let us all live in holiness. നമ്മുടെ ഹൃദയത്തോടെ ജീവിക്കാം. With a pure heart. നിഷ്കളങ്ക ഹൃദയത്തോടെ An ജീവിക്കാം. innocent heart. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മുടെ വിശുദ്ധി ദൈവത്തിന് നമുക്കെന്താണ് ആലയത്തിന് ഉചിതമായി മാറട്ടെ. And let holiness be eligible to God's presence. ഈ ആദ്യമായി ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകള് വിശുദ്ധിയുടെ വാക്കായിരിക്കട്ടെ. Let the words which proceed out of our temple, the body, be holy. നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാം. Let us live holily. എന്താണ് നമ്മുടെ കുറിവാക്യം? What is our key verse? ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, ആകയാൽ ഇളകാത്ത രാജ്യം ആകയാൽ പ്രാപിക്കുന്നതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, നിങ്ങളുടെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുകൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യും. ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യും. Serve God acceptably with reverence. എല്ലാവരും മുഴങ്കാലും മടക്കാം. Let us all be on our knees. 2 മിനിറ്റ് അഭിഷേകം ഉണ്ടാകട്ടെ. Just for 2 minutes let there be an anointing. പാട്ടുപാടി ആത്മാവ് നിറയല്ല. അല്ലാതെ യുവക്കൾ ഈ വചനം നിനക്ക് ഉപകാരമായി വന്നെങ്കിൽ നിശ്ചയമായി ഒരു അഭിഷേക ശക്തി ഉണ്ടാകട്ടെ. If those word of God had been beneficial unto you, not by songs but let there be an anointing. ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. God is going to honor you. ദൈവം നിന്നെ സഹായിക്കാൻ പോകുകയാണ്. God is going to help you. ദൈവമക്കളെ, ആത്മാവിൽ നമുക്ക് ആരാധിക്കാം. Beloved children of God, let us all worship God in the spirit. അഭിഷേകമുള്ള ദൈവമക്കളെല്ലാം 2 മിനിറ്റ് മാത്രം കൈത്തട്ടി ആത്മാവിൽ All ആരാധിച്ചാട്ടെ. those who receive the power of anointing, just for 2 minutes clap your hands and worship God. അമ്മേ, കൈതട്ടി ദൈവത്തെ ആരാധിച്ചാട്ടെ. Clap your hands and worship God. കുഞ്ഞുങ്ങളെ, ദൈവത്തെ ആരാധിക്കുവിൻ. Children, worship God. ദൈവം പ്രസാദിക്കട്ടെ. May God please in it. ദൈവം പ്രസാദിക്കട്ടെ. Let God please in it. ദൈവം മാനിക്കട്ടെ. Let God honor you. ദൈവം സഹായിക്കട്ടെ. Let God help you. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവ് നിറയുവിൻ. 2 മിനിറ്റ് ആത്മാവ് നിറയുവിൻ. Get filled. ദൈവസേനക്കാർ നിറയുവിൻ. ഈ കട കസബന കിടം ബിലാ തിന